ക്രിയേറ്റീവ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഭാരതീയർ യൂണിവേഴ്സിറ്റി ബി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ തേർഡ് ഇയറിലെ ഇന്ത്യൻ റൈറ്റിംഗ് ഇംഗ്ലീഷിലെ ഫിക്ഷനാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ഫിക്ഷൻ എന്നാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഫിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻ എക്സ്റ്റെൻഡഡ് വർക്ക് ഇൻ പ്രോസ്, യൂഷ്വലി ഇൻ ദ ഫോം ഓഫ് സ്റ്റോറി. ഒരു കഥാരൂപത്തിലുള്ള ഒരു പ്രോസാണ് ശരിക്കും ഫിക്ഷൻ എന്ന് പറയുന്നത്. ഫ്രഷ്, ഒറിജിനൽ ആൻഡ് ഓഫ് കൈൻഡ് നോട്ട് സീൻ ബിഫോർ. ഇപ്പോൾ ദ കമ്പ്യൂട്ടർ പ്രൊഡ്യൂസ്ഡ് എ കംപ്ലീറ്റ്ലി നോവൽ പ്രൂഫ് വെൽ നോൺ തിയറം. കമ്പ്യൂട്ടർ പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു വെൽ നോൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇതുവരെ കാണാത്ത ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു മാസ്റ്റർ പീസ് ആയിരിക്കും ഒരു ഫിക്ഷൻ എന്ന് പറയുന്നത്. പ്ലസൻ്റ്ലി ന്യൂ ഓഫ് ഡിഫറെൻറ്റ് കോമൺ സെൻസ് ഓഫ് മോസ്റ്റ് റിഫ്രഷിംഗ് സോൺ. പ്രിൻറ്റഡ് ആൻഡ് ബൗണ്ട് ബുക്ക് ദാറ്റ് ഈസ് എക്സ്റ്റെൻഡഡ് വർക്ക് ഓഫ് ഫിക്ഷൻ. ദിസ് ബുക്ക് കേസ് വെയർ ഫിൽഡ് വിത്ത് നത്തിങ് ബട്ട് നോവൽസ്. ഹി ബേൺഡ് ഓൾ ദ നോവൽസ്. എ വർക്ക് ഓഫ് 40,000 വേർഡ്സ് ഓർ മോർ. ഒരു ഫിക്ഷൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫിക്ഷൻ ഈസ് ആൻ ഇമാജിനേറ്റീവ് ഫോം ഓഫ് നരേറ്റീവ് എന്നാണ് പറഞ്ഞത്. ഇമാജിനേഷനാണ്, ഒരു സാങ്കല്പിക കഥയാണ് ശരിക്കും ഫിക്ഷൻ എന്ന് പറയുന്നത്. ഒരു ചെറുതായിരിക്കും. ഫിക്ഷൻ കുറച്ചും കൂടി വലിയൊരു കഥയായിരിക്കും. നോവൽ പോലെ ആയിരിക്കില്ല. നോവലിൽ ഒരുപാട് കഥകൾ ഒന്നിച്ചായിരിക്കും ഉണ്ടാവുക. ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പക്ഷെ ഫിക്ഷൻ അങ്ങനെയല്ല. അത് നോർമലി ഒറ്റ കഥയാണ് വരുന്നത്. One of the basic theoretical modes, although the word fiction is derived from the Latin figo, figener, fixi, fictum, to form, create എന്നൊക്കെ അർത്ഥം വരുന്ന വാക്കുകളിൽ നിന്നാണ് ഫിക്ഷൻ വന്നുള്ളത്. Need not be entirely imaginary and maybe include real people, places and events. അതിന് മുഴുവൻ ഇമാജിനറി ആവണം നിർബന്ധമില്ല. റിയൽ പീപ്പിളും റിയൽ ഇവൻറ്റ്സ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ഫിക്ഷൻ മേ ബി റിട്ടേൺ ഓർ ഓറൽ ഓർ മേ ബി പ്രസൻറ്റഡ് ആസ് എ ഫിലിം ഓർ ഇൻ തിയേറ്റർ ഓർ റേഡിയോ ടെലിവിഷൻ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ ഫിക്ഷൻ എന്ന് പറയാം. വാമൊഴിയായിട്ടും വരമൊഴിയായിട്ടും ഫിലിമായിട്ടും തിയേറ്ററിലും റേഡിയോയിലൊക്കെ വരുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. Although not all fiction is necessarily artistic, fiction is largely perceived as a form of art or entertainment. എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ആർട്ടായിട്ടൊക്കെയാണ് ഫിക്ഷൻ ആദ്യം യൂസ് ചെയ്യപ്പെടുന്നത്. The ability to create fiction and other artistic work is considered to be fundamental aspect of human culture. വൺ ഓഫ് ദ ഡിഫൈനിങ് ക്യാരക്ടർ ഓഫ് ഹ്യൂമാനിറ്റി. മനുഷ്യൻ്റെ ഹ്യൂമാനിറ്റിയുടെ ഒരു ഡിഫൈനിങ് ക്യാരക്ടറാണ് ഈ ഫിക്ഷനിലൂടെ വെളിവാകുക. ഈവൻ എമംഗ് റൈറ്റിംഗ് ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് ബെസ്റ്റ് സെല്ലിംഗ് ഓതേഴ്സ് ദർ അപ്പിയേഴ്സ് ടു ബി ലിറ്റിൽ കോൺഷ്യസ്നെസ് റിഗാർഡിംഗ് ദ നമ്പർ ഓഫ് കോമ്പോസിഷൻ ഓഫ് ഫണ്ടമെൻ്റൽ എലമെൻറ്റ്സ് ഇൻ എ ഫിക്ഷൻ. ഫിക്ഷനിൽ എത്ര എലമെൻറ്റുകൾ ഉണ്ടായിരിക്കണം? ഇപ്പം 3 എലമെൻറ്റുകളാണ് പലരും പറയുന്നത്. പ്ലോട്ടിംഗ്, ക്യാരക്ടർ, പ്ലേസ്, സെറ്റിംഗ്. 4 എലമെൻറ്റുകൾ. 4 എലമെൻറ്റുകൾ പ്ലോട്ട്, പ്ലേസ് ഓർ സെറ്റിംഗ് ആണ്. 3 എലമെൻറ്റുകളാണ് പറയുന്നത്. എ ചേഞ്ച്ഡ് ഇമേജ് ഇവോക്സ് ഓൾ ദ അതർ എലമെൻറ്റ്സ് ഓഫ് യുവർ സ്റ്റോറി. തീം, ക്യാരക്ടർ, കോൺഫ്ലിക്റ്റ്, സെറ്റിംഗ്, സ്റ്റൈൽ ആൻഡ് സോ ഓൺ. അങ്ങനെയും നമുക്ക് ഫിക്ഷനെ നിർവചിക്കാം. ഫോർ റൈറ്റേഴ്സ് ദ സ്പീഷീസ് യു ആർ ടു മേക്ക് യുവർ പ്ലോട്ട് യുവർ ഓൺ ഇൻക്ലൂഡ്സ് ക്യാരക്ടേഴ്സ്, സെറ്റിംഗ്സ് ആൻഡ് ഡയലോഗ്സ്. Contained within the framework of a story are major story elements, characters, action and conflict. Characters, action, conflict ഉണ്ടാകുമ്പോഴാണ് ഒരു ഫിക്ഷനായിട്ട് വരുന്നതെന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ ക്രൈ ദ പീക്കോക്ക്, അനിതാ ദേശായി എഴുതിയിട്ടുള്ള പീക്കോക്ക് എന്ന് പറയുന്നത് ദ ക്രൈ ദ പീക്കോക്കാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഹാവ് യു എവർ ഹേർഡ് എ പീക്കോക്ക് ക്രൈ? അപ്പോൾ പീക്കോക്ക് എങ്ങനെയാണ് ക്രൈ ചെയ്യുക, അല്ലെ കരയുന്നത്? ഇഫ് സോ, ഇൻ വാട്ട് സർക്കംസ്റ്റാൻസ് ഹാവ് യു നോട്ടീസ്ഡ് ഇറ്റ്? എപ്പോഴാണ് നിങ്ങളിതൊക്കെ കേട്ടിട്ടുള്ളത് പീക്കോക്കിൻ്റെ ക്രൈ? അനിതാ ദേശായി ഈസ് വൺ ഓഫ് ദ പ്രോ ഇൻഡോ ആംഗ്ലിയൻ നോവലിസ്റ്റ്. ഇപ്പോൾ ഒരു ഇൻഡോ ആംഗ്ലിയൻ നോവലിസ്റ്റാണ് അനിതാ ദേശായി എന്ന് പറയുന്നത്. പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഡോ ആംഗ്ലിയൻ. ഷീ ഈസ് എ പ്രൊലിഫിക് ഓതറസ്. അപ്പോൾ ഒരു വളരെ പ്രൊലിഫിക് ആയിട്ടുള്ള എ സ്റ്റഡി ഓഫ് ഹെർ വർക്ക് വിൽ റിവീൽ ദാറ്റ് ഷീ ട്രൈസ് ടു എക്സ്പ്ലോർ ദ സൈക്കോളജിക്കൽ സ്റ്റേറ്റ് ഓഫ് ഹെർ ക്യാരക്ടേഴ്സ് because she thinks that the inner life of a man or woman decides his or her character more than the external conditions of life. ഇന്നർ ലൈഫിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള കഥകളാണ് അനിതാ ദേശായി എഴുതിയിട്ടുള്ളത്. നോവലിസ്റ്റ് ഹാസ് എ ഡീപ്പ് ഇൻസൈറ്റ് ഇൻ ദ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യോളജിക്കൽ പ്രോബ്ലം ഓഫ് ലൈഫ്. അപ്പോൾ സൈക്കോളജിക്കലും സോഷ്യോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു ഡീപ്പ് ഇൻസൈറ്റ് ഈ പോയറ്റ് നൽകുന്നുണ്ട്. ഹെർ ക്യാരക്ടേഴ്സ് ഹാവ് ഫേം ബേസിസ് ഓഫ് കൺവിക്ഷൻസ് ആൻഡ് ഫെയ്ത്ത്. അപ്പോൾ ഇതിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് വളരെ കൺവിക്ഷനും ഫെയ്ത്തും ഒക്കെയുള്ള ഒരു ക്യാരക്ടറാണ് അനിതാ ദേശായിൻ്റെ. ഷീ യൂസസ് സിമ്പിൾസ് ആൻഡ് ഇമേജസ് ടു പോയട്രി ആൻഡ് സഫറിങ്സ് ഇൻ മൈൻഡ്. സിമ്പിളുകളും ഇമേജുകളൊക്കെ പോയട്രി പോർട്രേ ദ സഫറിങ്സ് ഓഫ് ഇൻ മൈൻഡ്. മനസ്സിൻ്റെ സഫറിങ്സ് ഒക്കെ കാണിക്കാൻ വേണ്ടി സിമ്പിളുകളും ഇമേജുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്.
Her characters are not political big wings or socialities. അപ്പോൾ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പൊളിറ്റിക്കൽ വലിയ ബിഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബിഗ് ആയിട്ടുള്ള ഒരു സോഷ്യാലിറ്റീസ് ഒന്നും കാണിക്കുന്നവയല്ല. ദേ ആർ കൺസേൺഡ് മെയിൻലി വിത്ത് ദർ പേഴ്സണൽ പ്രോബ്ലംസ് ബോൺ ഓഫ് ദർ സൈക്കോളജിക്കൽ ഡിസ്ട്രസ്. സൈക്കോളജിക്കലായിട്ടുള്ള ഡിസ്ട്രസ്, അല്ലാതെ സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ക്യാരക്ടേഴ്സോ അല്ലെങ്കിൽ സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ക്യാരക്ടേഴ്സൊന്നും അല്ല അവരുടെ സൈക്കോളജിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങളായിരിക്കും, അല്ല മാനസികമായിട്ടുള്ള ചില മേഖലകളൊക്കെ ആയിരിക്കും ഈ അനിതാ ദേശായി എടുത്തു കാണിക്കുന്നത്. ഹർ ക്യാരക്ടേഴ്സ് ആർ ഇൻ ഫാക്ട് ഫൈറ്റിംഗ് ഫോർ എക്സിസ്റ്റൻസ് ഇൻ ദ ഹോസ്റ്റൈൽ വേൾഡ്. അപ്പോൾ ഒരു ഹോസ്റ്റൈലായിട്ടുള്ള ഒരു എതിർക്കുന്ന ലോകത്ത്, എതിർപ്പുകളുടെ നടുക്ക് ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയുടെ ആത്മസംഘർഷങ്ങളൊക്കെയാണ് അവരുടെ മെയിനായിട്ടുള്ള കഥകളെന്ന് പറയുന്നത്. ബട്ട് ദെയർ പ്രോബ്ലംസ് റിമെയിൻ അൺറിസോൾവ്ഡ്. അവരുടെ പ്രോബ്ലങ്ങളെല്ലാം എന്ത് ചെയ്യപ്പെടുന്നില്ല, പരിഹരിക്കപ്പെടാതിരിക്കുന്നു. ഹെൻസ് ഓൾ ഹെയർ നോവൽസ് ബ്രീത്ത് ഇൻ ദ എയർ ഓഫ് ട്രാജഡി. അപ്പോൾ ഒരു ട്രാജിക് നോവലുകളാണ് അവരുടെ നോവലുകളായിട്ട് വരുന്നത്. ഹെയർ സ്റ്റൈൽ ഈസ് റിമാർക്കബിൾ ഫോർ പോർട്ടിക് ഈ ഇമേജസ് ആസ് ഷീ ഹാസ് യൂസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ് ഹെർ ഫീലിങ്സ്. അപ്പോൾ പോയറ്റിക് ഇമേജുകൾ അവരുടെ ഫീലിങ്ങുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ പോയറ്റിക് ഇമേജ് ഉപയോഗിക്കാറുണ്ട്. റെഫറൻസ് ടു ദ ക്രൈ ഓഫ് ദ പീകോക്ക് ആർ മെയ്ഡ് ടു എക്സ്പ്രസ് മെയ്സ് ഡിസയർ ഫോർ ലവ് ഫോർ ഹെർ ഹസ്ബൻഡ്. അവരുടെ ഹസ്ബൻഡിനോട്, മെയ് എന്ന് പറയുന്ന ക്യാരക്ടറിന് അവരുടെ ഹസ്ബൻഡിനോടുള്ള സ്നേഹത്തെ വരച്ച് കാണിക്കുന്ന ഒരു ഫിക്ഷനാണ് ശരിക്കും ക്രൈ ദ പീകോക്ക് എന്ന് പറയുന്നത്. ക്യാരക്ടർ സ്പീക്ക് ഇൻ ഫസ്റ്റ് പേഴ്സൺ വിച്ച് മേക്സ് സ്റ്റൈൽസ് സ്ട്രൈറ്റ് ഡയറക്റ്റ് ആൻഡ് വിത്തൗട്ട് എനി ഇൻവോൾവ്മെൻറ്റ്. അപ്പോൾ ഇതിൽ നേരിട്ടുള്ള ഒരു ഇടപെടലാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന രീതിയിലാണ് കഥ പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ അടുപ്പം കഥാപാത്രമായിട്ട് നമുക്ക് കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട്. ദീസ് സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഹെർ നോവൽസ് മേക്ക് ഹെർ യുണീക്ക് ഫിഗർ എമംഗ് ദ ഹോസ്റ്റ് ഓഫ് ഇൻഡോ ആംഗ്ലിക്കൻ നോവലിസ്റ്റ് ഇൻ ദ മോഡേൺ ടൈംസ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ആംഗ്ലിക്കൻ നോവലിസ്റ്റുകളിൽ ഏറ്റവും പ്രാധാന്യമായ പങ്ക് വഹിക്കുന്നതാണ് ഈ ഒരു കഥ എന്ന് പറയുന്നത്. ഇൻ സം റിലേഷൻഷിപ്പ് ഷീ ഷോസ് റിലേഷൻഷിപ്പ് വിത്ത് ഫേമസ് നോവലിസ്റ്റ് വെർജീനിയ വുൾഫ്. കുറേ കാര്യങ്ങളിലൊക്കെ ഫേമസ് ആയിട്ടുള്ള വെർജീനിയ വുൾഫ് എന്ന നോവലിസ്റ്റുമായിട്ട് നമുക്ക് അവരെ താരതമ്യം ചെയ്യാൻ വേണ്ടി പറ്റും. അനിതാ ദേശായി ഹാസ് പ്രസൻറ്റഡ് എ പെൻ പോർട്രേറ്റ് ഓഫ് മെയ് ഹൂ വാസ് ബ്രോട്ട് അപ്പ് ആൻഡ് നർച്ചേർഡ് ഇൻ opulence by doting father, but had been married to an advocate who had a little regard for emotions as reason and arguments were his forte. അപ്പോൾ അവർ ഒരു അനിതാ ദേശായി മെയ് എന്ന പേരിലാണ് അവരുടെ പെന്നയും അല്ല തൂലിക നാമത്തിലാണ് എഴുതുന്നത്. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ അവരുടെ ഹസ്ബൻഡിൻ്റെ അല്ലെങ്കിൽ പിന്നെ അവരുടെ ആ ഇഷ്ടത്തിനനുസരിച്ചായിരുന്നില്ല അവരുടെ വിവാഹം. ഒരു മാരീഡ് ചെയ്തത് തന്നെ ഒരു ഒരു അഡ്വക്കേറ്റിനെ ആയിരുന്നു മാരി ചെയ്തത്. അഡ്വക്കേറ്റിനെ മാരി ചെയ്തുകൊണ്ട് തന്നെ അവർ വിചാരിച്ച പോലെ ഉള്ള ഒരു ലൈഫായിരുന്നില്ല അവർക്കുണ്ടായത്. ടു മേ ലവ് ഈസ് ദ പ്രീമിയം മൊബൈൽ. സ്നേഹം എന്ന് പറയുന്നത് ഒരു കിട്ടാക്കനിയായിട്ട് അവർക്ക് അനുഭവപ്പെട്ടു. ബട്ട് ഫോർ ഹെർ ഹസ്ബൻഡ് ഗൗതമ ഹി പ്രീച്ച്ഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഡിറ്റാച്ച്മെൻറ്റ്. ഇപ്പോൾ ഗൗതമ എന്ന് പറയുന്ന ഹസ്ബൻഡിൻ്റെ പേര് ഗൗതമ എന്നാണ്. അദ്ദേഹം എപ്പോഴും ഡിറ്റാച്ച്മെൻറ്റിനെ പറ്റിയായിരുന്നു പറഞ്ഞത്. ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനോടും ഒരു അറ്റാച്ച്മെൻറ്റ് കാണിക്കാത്ത അവസ്ഥ. ഇപ്പോൾ ഭഗവത്ഗീത അതുപോലെ ബുദ്ധൻ്റെ സന്ദേശങ്ങളിലൊക്കെ നമ്മൾ ലൈഫിനോട് ഡിറ്റാച്ച്മെൻറ്റ് കാണിച്ചാലേ നമുക്ക് സുഖം അനുഭവിക്കാൻ പറ്റുള്ളൂ, ദുഃഖത്തിൽ നിന്ന് മോചനം കിട്ടുള്ളൂ എന്നുള്ള റിലീജിയസ് പ്രിൻസിപ്പിളൊക്കെ കൊണ്ടു നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും ഡിറ്റാച്ച്ഡ് ആയിരിക്കും. ലൈഫ് എന്ന് പറയുന്നത് ഒരു മായയാണ്, ലോകം എന്നുള്ള കാഴ്ചപ്പാടിലായിരിക്കും അവർ നടക്കുക. അത് യഥാർത്ഥത്തിൽ ഉള്ള ജീവിതത്തിനോട് ഒരു ഡിറ്റാച്ച്മെൻ്റ് എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. റിയാലിറ്റി എന്ന് പറയുന്നത് ഇതല്ല എന്നെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മാനസികാവസ്ഥ. ഇതാണ് അവരുടെ വൈഫിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ലവോ സ്നേഹമോ ഇവരുടെ സന്തോഷങ്ങളോ സങ്കടങ്ങളോ ഒന്നും കാണാനുള്ള ഒരു മാനസികാവസ്ഥ ഈ ഗൗതമ എന്ന് പറയുന്ന ഭർത്താവിന് ഉണ്ടായിരുന്നില്ല. ദിസ് ഈസ് എവിഡൻറ്റ് ടു ജസ്റ്റിഫൈ ദാറ്റ് ദേ വെയർ പോൾസ് അപ്പാർട്ട്. രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരാൾ ഈ ഹസ്ബൻഡും തന്നെയാണ് ഈ ലോകം, ഈ ജീവിതം എന്ന് മനസ്സിലാക്കുന്ന ഒരു സ്ത്രീയും, മറ്റേ ആൾ ഇതൊന്നും അല്ല ലോകം എന്ന് വിചാരിക്കുന്ന ഒരു ഹസ്ബൻഡും. ദിസ് കോൺട്രാസൈറ്റ് ഹർട്ട് മായാസ് ഇമോഷൻ സോ മച്ച് ദാറ്റ് ഷീ വാസ് ലെഡ് ഗ്രാജുവലി ടു ദ വെർജ് ഓഫ് നെർവസ് ബ്രേക്ക് ഡൗൺ. അപ്പോൾ ഇത് എന്തിലേക്ക് നയിച്ചു? ഈ മായയുടെ ഇമോഷൻസ് എന്തിലേക്ക് ഗ്രാജുവലി ടു ദ വെർജ് ഓഫ് നെർവസ് ബ്രേക്ക് ഡൗൺ, നെർവസ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഡൗണിലേക്ക് അവരെ കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുക. മായാസ് ഫാദർ ലീവ്ഡ് എ ലാവിഷ് ലൈഫ്. മായയുടെ അച്ഛൻ നല്ല ഒരു ലൈഫായിരുന്നു ജീവിച്ചിട്ടത്. ഹിസ് വൈഫ് വാസ് ഡെഡ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചു. ദെയർഫോർ ഹി ഹാഡ് ഷോവ്ഡ് ഹിസ് ലവ് ഓൺ ഹിസ്
ഷവേർഡ് ഹിസ് ലവ് ഓൺ ഹിസ് ഡോട്ടർ. അപ്പം സ്നേഹം കൊണ്ട് കോരിച്ചൊരിയുന്ന ഒരച്ഛൻ്റെ മകളായിട്ടാണ്. കാരണം ഭാര്യ മരിച്ചത് കൊണ്ട് തന്നെ, അമ്മ മരിച്ചു പോയത് കൊണ്ട് തന്നെ പിന്നെ മായയായിരുന്നു അദ്ദേഹം നന്നായിട്ട് സ്നേഹിച്ചിരുന്നത്. ഷീ ലീവ്ഡ് എ ലൈഫ് ലൈക്ക് പ്രിൻസസ് ഓഫ് അറേബ്യൻ നൈറ്റ്. അറേബ്യൻ നൈറ്റിലെ പ്രിൻസസ് പോലെയായിരുന്നു അവൾ ജീവിച്ചുകൊണ്ടിരുന്നത്. ഫാദർ ഗേവ് ഹെർ പ്രിൻസ്ലി ലൈഫ് ഓഫ് കംഫോർട്ട് ആൻഡ് ലവ്. കംഫോർട്ടിൻ്റെയും ലവിൻ്റെതുമായിട്ടുള്ള ഒരു ലോകം അവളുടെ മുന്നിലുണ്ടായിരുന്നു. ഷീ ഓൾസോ ലവ്ഡ് ഹെർ ഫാദർ. അവളുടെ ഫാദറിനെ അവൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ദ തോട്ട് നോ വൺ എൽസ് ലവ് മീ ആസ് മൈ ഫാദർ. അപ്പോൾ അവൾ കഥയിൽ പറയുന്നുണ്ട്, എന്നെ അച്ഛൻ സ്നേഹിച്ച പോലെ ആരും സ്നേഹിച്ചിട്ടില്ല എന്ന്. വാസ് ഡീപ്പ് റൂട്ടഡ് ഇൻ ഹെർ. ഷീ വാസ് മാരീഡ് ടു ഗൗതമ, an advocate who was an intellectual benefit of barefoot of sentiments and ഇമോഷൻ സെന്റിമെന്റ് ഒന്നും ഇല്ലാത്തൊരു ഇന്റലക്റ്റ് ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റിനെയാണ് കല്യാണം കഴിക്കുന്നത്. മായ ക്ലെയിംസ് ദാറ്റ് ഹെർ ഇൻ ലോ വേർ ഓഫ് ദ സെയിം നേച്ചർ ആൻഡ് നോബഡി ഡിമാൻഡഡ് ഓർ സ്പോക്ക് ഓഫ് ലവ്. അപ്പം അവളുടെ ഇൻലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബ്രദർ ഇൻലോയോ അല്ലെങ്കിൽ സിസ്റ്റർ ഇൻലോയൊക്കെ ഇതേ നേച്ചർ തന്നെ ഉണ്ടായിരുന്നായിരുന്നു. ഗൗതമാസ് മദർ വാസ് ഔഫുള്ളി ബിസി വുമൺ. മദറാണെങ്കിലോ, ഗൗതമൻ്റെ അമ്മയാണെങ്കിൽ വളരെ ബിസി ആയിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു. ഷീ ലുക്ക്ഡ് ആഫ്റ്റർ എ ഡിസ്പെൻസറി, എ ക്രഷ്, വർക്ക്ഷോപ്പ് ഫോർ ബ്ലൈൻഡ്, ദ ഡിസേബിൾഡ് ആൻഡ് അൺഎംപ്ലോയിഡ്. അപ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടുവന്നുണ്ട്. ഡിസ്പെൻസറി നടത്തുന്നുണ്ട്, ഒരു ക്രഷ് നടത്തുന്നുണ്ട്, അതുപോലെ വർക്ക്ഷോപ്പ്, ബ്ലൈൻഡിനുള്ള വർക്ക്ഷോപ്പും അൺഎംപ്ലോയിഡ് ആളുകൾക്കുള്ള, ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കുള്ള വർക്ക്ഷോപ്പൊക്കെ അവർ നടത്തി വളരെ ബിസി ആയിട്ടുള്ളതുമാണ്. ഷീ ടോക്ഡ് ഓഫ് നത്തിങ് ബട്ട് ഇംപേഴ്സണൽ മാറ്റേഴ്സ്. ഒരിക്കലും അവർ പേഴ്സണലായിട്ടൊരു കാര്യം ചോദിക്കാറില്ല. ഇംപേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം, ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. Gautama's father was deeply engrossed in Gandhi's movement and talked about political problems when he was out of prison. ഇപ്പോൾ പ്രിസണിൽ നിന്ന് പുറത്തിറങ്ങിയ ഗൗതമൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിൽവാസമൊക്കെ അനുഭവിച്ചു. പിന്നെ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്ത് ഗാന്ധിജിയുടെ പിന്നെ ഗാന്ധിയൻ ആശയങ്ങളുമായിട്ട് എപ്പോഴും പൊരുത്തപ്പെട്ട് നിൽക്കുന്ന ഗാന്ധിയൻ ആശയങ്ങളുടെ ഒരു വക്താവ് കൂടിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരിക്കലും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചിരുന്നില്ല. പൊളിറ്റിക്കൽ പ്രോബ്ലംസ് ഒക്കെയായിരുന്നു അദ്ദേഹത്തെ എപ്പോഴും അലട്ടിക്കൊണ്ടിരുന്നത്. മായ കൺസിഡേർഡ് ഹെർസെൽഫ് as a toy in the hands of her in-laws, for she had no one to speak and no one tried to hear to her silent outburst. അപ്പോൾ എന്താണ്, മായ കൺസിഡർ ഹെർസെൽഫ് ആസ് എ ടോയ്, ഇവരുടെ കയ്യിലുള്ള ഒരു കളിപ്പാട്ടം പോലെയാണ് അവൾക്ക് തോന്നിയത്. അതുപോലെ തന്നെ ഇൻലോസ് എന്ന് പറയുന്നത് മദർ ഇൻലോ, ഫാദർ ഇൻലോ ഒക്കെ ആണ് ഇൻലോസ് എന്ന് ഉദ്ദേശിക്കുന്നത്. സിസ്റ്റർ ഇൻലോയൊക്കെ എല്ലാവരെയും ഇൻലോസ് എന്ന വേർഡിലാണ് പറയുന്നത്. അപ്പം പിന്നെ അതുകൊണ്ട് തന്നെ അവരുടെ വിഷമങ്ങളൊന്നും അവരെ അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. നാച്ചുറലി മായ ഫെൽറ്റ് ആസ് ഇഫ് ഷീ ബ്രോട്ട് ഫ്രം ഷെയ്ഡ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ബനിയൻ ട്രീ ഇൻ ടു ദ ഹേർട്ട് ഓഫ് ഡിസേർട്ട്. സാധാരണഗതിയിൽ എന്തായി, മായ ഫെൽറ്റ് ആസ് ഇഫ് ഷീ ബ്രോട്ട് ഫ്രം എ ഷെയ്ഡ്, നല്ലൊരു ഷെയ്ഡിൽ ഉണ്ടായിരുന്ന മായ, അല്ലെ ഒരു തണലിൽ ജീവിച്ചിരുന്ന മായ, അച്ഛൻ്റെ തണലിൽ ജീവിച്ച ഒരു ബനിയൻ ട്രീ ആയിരുന്ന മായ ഇപ്പോൾ ഒരു ഡിസേർട്ടിലേക്ക് എത്തിച്ചേർന്നത് പോലെയാണ് അവൾക്ക് അനുഭവപ്പെടുന്നത്. ഷി വാസ് ഹംഗ്രി ഓഫ് ലവ്. സ്നേഹത്തിന് വേണ്ടി അവൾ ദാഹിക്കുന്നവളായിരുന്നു. ഷീ ഡിഡിൻറ്റ് ഹാവ് എനി ചൈൽഡ്, കുട്ടികളിൽ ഉണ്ടായിരുന്നില്ല. ഷി ഹാഡ് ഹെർ ഡോഗ്, ഒരു പട്ടി മാത്രമായിരുന്നു അവൾക്ക് കൂട്ടായിട്ടുണ്ടായിരുന്നത്, ടോട്ടോ എന്ന് പറയുന്നത്. ടു ഹൂം ഷീ ഗേവ് ഹെർ ലവ് ടു. അപ്പോൾ അവളുടെ സ്നേഹം മുഴുവൻ ആ പട്ടിക്കായിരുന്നു അവൾ കൊടുത്തുകൊണ്ടിരുന്നത്. ബട്ട് എ സ്റ്റേറ്റ് വുഡ് ഹാവ് ഇറ്റ്. ടോട്ടോ ഡൈഡ് ലീവിങ് ഹെർ അലോൺ. പക്ഷേ ടോട്ടോ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ചത്തുപോവുകയാണ് ചെയ്യുന്നത്. പട്ടിക്കുട്ടി ചത്തുപോകുന്നു. ഷീ ഹാഡ് എ ഡിസയർ ഓഫ് ഗിവിങ് ഡീസൻറ്റ് ബെറിയൽ വെൻ ഗൗതമ റിട്ടേൺഡ് ഇൻ ദ ഈവനിങ്. അപ്പോൾ ഒരു നല്ലൊരു എന്താണ് ഫ്യൂണറൽ ഫംഗ്ഷൻ പട്ടിക്ക് കൊടുക്കണം എന്നൊക്കെ അവൾ വിചാരിച്ചു. പക്ഷെ അപ്പോൾ ഗൗതമ തിരിച്ചു വരുന്നത് ജോലി കഴിഞ്ഞിട്ട്. റാങ് അപ്പ് ടു ദ മുനിസിപ്പാലിറ്റി വിച്ച് ടുക്ക് അവേ ദ കാർക്കസസ്. പിന്നെ മുനിസിപ്പാലിറ്റിയിലേക്ക് വിളിച്ചു പറഞ്ഞു, അവിടുന്ന് ആൾ വന്ന് പട്ടിയെ തൂക്കിക്കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ദീസ് അൺസെന്റിമെന്റൽ ആൻഡ് അൺഇമോഷണൽ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗൗതമ സെൻഡ് ഷുക്ക് വേവ്സ് ഇൻ ടു ഹെർ നെർവ്സ്. അത് അവളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു. അത് അവളുടെ ആകെ അടിമുടി അവളെ ഷോക്കാക്കി. മായ ബിക്കെയിം ഡെസ്പറേറ്റ് ലൈക്ക് എ ജെന്റിൽ സോൾ അമംഗ് ദ ബോർസ്. അപ്പോൾ ഒരു ജെന്റിൽ സ്മോൾ അല്ലെങ്കിൽ ജെന്റിൽ സോളായിട്ട് ഇവരുടെ ഇടയിൽ അവൾ ജീവിച്ചു. അറ്റ് ടൈംസ് ഷീ ഹാസ് തോട്ട് ഓഫ് ലീവിങ് ദ പ്ലേസ് നെവർ ടു റിട്ടേൺ. പലപ്പോഴും അവൾ തിരിച്ചു വരാത്ത വിധം പോകാൻ വേണ്ടി ചിന്തിച്ചുകൊണ്ടിരുന്നു. ബട്ട് ഷീ റിമെമ്പേർഡ് ഹെർ ഫ്രണ്ട്ഷിപ്പ് ലൈല ഹു മാനേജ് ടു ടേക്ക് ലൈഫ് ഇൻ ഹെർ സ്ട്രൈഡ്. പക്ഷേ അവളുടെ ഫ്രണ്ട് ലൈലയെക്കുറിച്ച് ഓർക്കുകയായിരുന്നു. ഷീ മാനേജ് ടു ലീവ് ഇൻസ്പൈറ്റ് ഓഫ് ട്രൈയിങ് സർക്കംസ്റ്റാൻസസ്. ലൈല വളരെയധികം നല്ല രീതിയിലായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. ലൈല ഹസ്ബൻഡ് വാസ് സഫറിങ് ഫ്രം
tuberculosis and her parents never visited her because she married against their will. ലൈല ഒരു ലവ് മാരേജിൽ അകപ്പെട്ടിട്ട് കല്യാണം കഴിച്ചത് കൊണ്ട് തന്നെ അവരുടെ ഇഷ്ടത്തിന് വഴങ്ങാതെ ലൈല കല്യാണം കഴിച്ചത് കൊണ്ട് തന്നെ വീട്ടുകാരൊന്നും ലൈലയെ സഹായിച്ചിരുന്നില്ല. അപ്പോൾ ലൈലയുടെ ഹസ്ബൻഡ് ആണെങ്കിലോ ഇപ്പോൾ അസുഖബാധിതനാണ്, ട്യൂബർകുലോസിസ്, നെഞ്ചിന് ക്ഷയരോഗബാധിതനാണ്. ലൈല ഡിഡ് നോട്ട് ഫൈൻഡ് എൻജോയ്മെൻറ്റ് ഔട്ട്സൈഡ്. അവൾ പുറത്തൊന്നും പോയി എൻജോയ് ചെയ്യാറേ ഇല്ലായിരുന്നു. മായ ആൻഡ് ഹാഡ് അനദർ ഫ്രണ്ട് നെയ്മഡ് പോം എന്ന് പറയുന്ന വേറൊരു ഫ്രണ്ടും മായക്കുണ്ടായിരുന്നു. ഹൂ ഹാഡ് ഓൾ ദ ലക്ഷറീസ് ഇൻ ലൈഫ് എറ്റ് ഷി വാസ് ഗ്രീഡി. എല്ലാവിധ സുഖസൗകര്യങ്ങളും ഉണ്ടായിട്ടും അവൾ എപ്പോഴും ഗ്രീഡിയാണ്, വളരെ അധികം അത്യാഗ്രഹിയായിരുന്നു. ദിസ് റെഡ്യൂസ്ഡ് ടു മായ ദാറ്റ് വൺ ഹാസ് ടു അഡാപ്റ്റ് ആൻഡ് അഡ്ജസ്റ്റ് ടു ദ സിറ്റുവേഷൻസ് അറൗണ്ട് ദം ടു ഫൈൻഡ് കണ്ടൻമെൻറ്റ്. സന്തോഷം കണ്ടെത്താൻ വേണ്ടി അഡ്ജസ്റ്റ്മെൻറ്റ് ആവശ്യമാണെന്ന് അവൾ അതോടെ തീരുമാനിച്ചു. ബട്ട് മായ ഫൗണ്ട് ഇറ്റ് ഹാർഡ് ടു അഡ്ജസ്റ്റ് ടു ദ പെറ്റിനെസ് ഓഫ് മെൻ ആൻഡ് വുമൺ. അപ്പോൾ ഇതേപോലെയുള്ള കാര്യങ്ങളുമായിട്ട്, പെറ്റിനെസ് ആയിട്ട് പിന്നെ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ അവർക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഷീ വെൻറ്റ് ടു അറ്റൻഡ് എ പാർട്ടി ഹെഡഡ് ബൈ മിസ്റ്റർ ലാൽ. ഒരിക്കലും അവളൊരു പാർട്ടി വയ്ക്ക് വേണ്ടി പോവുകയാണ്. വേർ ദ ലേഡീസ് ട്രൈ ടു ഷോ ഓഫ് ദർ വെൽത്ത്, ലാഫ്ഡ് അറ്റ് ദ പോവർട്ടി ഓഫ് അതേഴ്സ്, ഓപ്പൺലി അഡ്മിയർഡ് വൾഗർലി ആൻഡ് ഡിപ്രാവിറ്റി. അപ്പോൾ വൾഗാരിറ്റി ആൻഡ് ഡിപ്രാവിറ്റി ഒക്കെ പറയുന്ന, അതുപോലെ മറ്റുള്ളവരെ പരിഹസിക്കുന്ന, പോവർട്ടീനെ പരിഹസിക്കുന്ന, അവരുടെ ഹുങ്ക് കാണിക്കുന്ന, അഹങ്കാരം കാണിക്കുന്ന ഒരു പാർട്ടിയിലായിരുന്നു അവൾ എത്തിച്ചേർന്നത്. ഷി വാസ് ഡീപ്ലി ഷോക്ക്ഡ് ബൈ ദ വൾഗാരിറ്റി ഓഫ് ദ കാബ്രറ്റ് ഡാൻസസ്. അതുപോലെ കാബ്ര നൃത്തങ്ങളുടെ വൾഗാരിറ്റി ഒക്കെ കണ്ട് അവളാകെ അപ്സെറ്റ് ആയിപ്പോയി. ദ ഇവന്റ് ഇൻ ദ പാർട്ടി അപ്രസ്ഡ് ഹെർ. അത് അവളെ വല്ലാതെ സ്വാധീനിച്ചു. ഈച്ച് ഓഫ് ദ ഈവൻറ്റ്സ് ഇൻ ദ നോവൽ റിവീൽസ് ദ ന്യൂ ഫാക്ട് ഓഫ് മായാസ് പേഴ്സണാലിറ്റി. അപ്പോൾ ഈ കഥയിലുള്ള ഓരോ ഇവൻറ്റുകളും നമ്മളുടെ മായയുടെ പേഴ്സണാലിറ്റീനെ ഇവിടെ വരച്ച് കാണിക്കുന്നുണ്ട്. എ പാർട്ടി വാസ് ഗോയിങ് ഓൺ ഇൻ ദ ലോൺ ഔട്ട്സൈഡ് ഹെർ റൂം ആൻഡ് ദ മെൻ ട്രൈഡ് ടു റിസീറ്റ് ഉറുദു കപ്ലെറ്റ്സ്. അപ്പോൾ ഉറുദു കപ്ലെറ്റ്സ് പറയുന്ന ആളുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു പാർട്ടി നടക്കുന്ന സമയത്ത്. ഷീ ഹാഡ് സ്ട്രോങ് വില്ലിങ്നെസ് ടു അറ്റൻഡ് ദ പാർട്ടി ആസ് ഷീ ഹാഡ് ഹേർഡ് ഗസൽസ് ഫ്രം ഹെർ ഫാദർ. അപ്പോൾ അവൾക്ക് അങ്ങനെ പോകാനുള്ള ഒരു ആഗ്രഹം വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ വായിൽ നിന്ന് ഗസലുകൾ പാടുന്നത് അവൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗസൽ കേൾക്കാമെന്ന് വിചാരിച്ചായിരുന്നു അവൾ പോയത്. ബട്ട് ഷീ റിയലൈസ്ഡ് ദാറ്റ് ഷീ വാസ് നോട്ട് അലൗഡ് ടു മേക്ക് ഹെർ പ്രസൻസ് ദെയർ. പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് അവൾക്ക് സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലായി. അവളെ അങ്ങോട്ടേക്ക് കയറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഷീ വാസ് അപ്പൈൽഡ് ബൈ ദിസ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. അപ്പോൾ ആ ജെൻഡർ ഡിസ്ക്രിമിനേഷനിൽ അവൾ ആകെ അന്താളിച്ചു പോയി. ഷീ വാസ് നോട്ട് അലൗഡ് ഈക്വലി ഈവൻ ബൈ ഹെർ ഹസ്ബൻഡ്. അവിടെ ഒരു ഈക്വാലിറ്റി പോലും ഉണ്ടായിരുന്നില്ല. ഹസ്ബൻഡിൻ്റെ അതോടൊപ്പം ഒരു ഈക്വാലിറ്റി പോലും അവിടെ ഉണ്ടായിരുന്നില്ല. ഗൗതമ മായ വാസ് ഡിമോറലൈസ്ഡ് സോ മച്ച് ദാറ്റ് ഷീ ഡിഡിൻറ്റ് ഹാവ് ഇൻ്റലക്ച്വൽ ഫോഴ്സ് വിച്ച് കുഡ് അട്രാക്ട് ഗൗതമനെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു ഇൻ്റലക്ച്വൽ ശക്തിയൊന്നും അവൾക്ക് ഉണ്ടായിരുന്നില്ല. ഇൻഫാക്ട് ഷീ വാസ് മോർ അർബൻ, സെൻസിബിൾ ആൻഡ് സ്പിരിറ്റഡ് ദാൻ ഹെർ ഹസ്ബൻഡ്. പക്ഷേ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ മായ വളരെ സെൻസിബിളാണ്, വളരെ സ്പിരിറ്റഡ് ആണ്, അതുപോലെ കൂടുതൽ അർബൈനാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബട്ട് ഷീ വാസ് ഷോക്ക് ടു നോ ദ റിയാലിറ്റി ദാറ്റ് വുമൺ വെർ നോട്ട് ട്രീറ്റഡ് ആസ് കമ്പാനിയൻസ് ബൈ ദെയർ ഹസ്ബൻഡ്സ്. ഹസ്ബൻഡുമാർ അല്ലെങ്കിൽ ഹസ്ബൻഡുമാർ സ്ത്രീകളെ ഭരിക്കുക എന്നല്ലാതെ അവരൊരു കമ്പാനിയനായിട്ട് കൂട്ടിയിട്ടില്ല എന്നത് അവൾ പിന്നീടാണ് മനസ്സിലാക്കുന്നത്. ഷീ ന്യൂ ദ ഫാക്ട് ദാറ്റ് വുമൺ വെർ കൺസിഡേർഡ് സെക്സ് സിമ്പിൾസ്. വുമൺ എപ്പോഴും ഒരു സെക്സിൻ്റെ സിമ്പിളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് എന്ന് അവൾക്ക് തോന്നി. നോബഡി ഇൻ ദ ഫാമിലി ഓഫ് ഗൗതമ വാല്യൂഡ് ഹെർ വ്യൂ പോയിന്റ്. അവളുടെ ആരും വ്യൂ പോയിന്റുകൾ വാല്യൂ ചെയ്തേയില്ല. മായ ഹെൽപ്ലെസ്നെസ് ഡിസ്ട്രസ്ഡ് ഹെർ. മായ ആകെ ഹെൽപ്ലെസ് ആയിരുന്നു, എന്താണ് പറയുക, നിരാലംബയായിരുന്നു. ദർ വാസ് എ നോട്ട് വൺ ബട്ട് സെവറൽ ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂസ് ഓൺ വിച്ച് ഗൗതമ ഡിഫേർഡ് ഫ്രം മായ. മായയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് അവിടെ നമുക്ക് കാണാൻ പറ്റും. ഗൗതമ തോട്ട് ഓഫ് മായസ് അബ്രിമിങ് ഇൻ ഓപ്പുലൻസ് ആൻഡ് ഇൻസൾട്ടഡ് ഹെർ ഫ്രം ദ ഹാർഡ് റിയാലിറ്റീസ് ഓഫ് ലൈഫ്. അപ്പം ഗൗതമൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭർത്താവ് പറയുന്നത് മായ വളരെ എന്താണ് അഫ്ലുവൻ്റായ ഫാമിലി അല്ലെങ്കിൽ ഒന്നിനും കുറവില്ലാത്ത ഫാമിലി ജീവിച്ചുകൊണ്ടാണ് ജീവിതത്തിൻ്റെ ഹാർഡായിട്ടുള്ള റിയാലിറ്റീസ് ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്തതെന്നാണ് പറയുന്നത്. ഹി പ്രീച്ച്ഡ് ഫ്രം ഗീത ആൻഡ് തോട്ട് ദാറ്റ് വൺ ഷുഡ് വെയിറ്റ് എവറിത്തിങ് ഇൻ ബാലൻസ് ഓഫ് ലോജിക് ആർഗ്യുമെൻ്റ് ആൻഡ് കണ്ടൻമെൻറ്റ് ഫെയ്ത്ത്. അപ്പോൾ ഗീതയിൽ നിന്ന് ചില വാക്യങ്ങളൊക്കെ ഉദ്ധരിച്ച് എല്ലാ കാര്യങ്ങളും ബാലൻസ് ചെയ്യണമെന്നും ലോജിക്കായിട്ട് ചിന്തിക്കണമെന്നും ആർഗ്യുമെൻറ്റുകൾ ചിന്തിക്കണം എന്നൊക്കെ അയാൾ പറയുമായിരുന്നു. മായാസ് ബ്രദർ അർജുന ഓൾസോ ഡിസീവ്ഡ് ഹെർ വേ ഓഫ് ലൈഫ്. അപ്പോൾ ഡിസൈഡഡ് ഹെർ വേ ഓഫ് ലൈഫ്. അപ്പോൾ മായയുടെ ബ്രദർ ഉണ്ടായിരുന്നു അർജുനൻ അയാളുടേതായ രീതിയിൽ സ്വന്തം ബ്രദറാണ്, സ്വന്തം ആങ്ങളായിരുന്നു.
അർജുന എന്ന് പറയുന്നത്. ഹി ഹാഡ് എ ഫ്രണ്ട്ഷിപ്പ് വിത്ത് പുവർ ബോയ്സ് ആൻഡ് ഡിനോൺസ്ഡ് എ വെൽത്തി ഫാദർ ആൻഡ് റാൻ ടു അമേരിക്ക. അങ്ങനെ അവൻ എന്ത് ചെയ്തു, കുറച്ച് പുവർ ബോയ്സ് ഒക്കെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അവൻ വെൽത്തി ആയിട്ടുള്ള പിന്നെ ഫാദറിനെ കൂട്ടുപിടിച്ച് പതുക്കെ അമേരിക്കയിലേക്ക് കയറി. വേർ ഹി വർക്ക്ഡ് ടഫ് ഇൻ കാനിങ് ഫാക്ടറി ടു മേക്ക് ബോത്ത് ആൻഡ്സ് മീറ്റ്. അങ്ങനെ അവിടെ ഒരു കാനിങ് ഫാക്ടറിയിൽ കയറുകയാണ് ചെയ്തത്. ഹി റിഡിക്യൂൾഡ് മായ ഫോർ ബീങ് മാരീഡ് ടു ഗൗതം ഇൻ സ്പെറ്റ് ഓഫ് ദ പ്രഡിക്ഷൻസ് ദാറ്റ് മായ ഓർ ഹെർ ഹസ്ബൻഡ് വുഡ് ഡൈ 4 years ആഫ്റ്റർ ദ മാരേജ്. അതുപോലെ തന്നെ പിന്നെ എന്താണ്, ജാതകവശാൽ പിന്നെ മായ ഒരു 4 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹസ്ബൻഡുമായിട്ടുള്ള ജീവിതത്തിലിടയ്ക്ക് 4 വർഷം കഴിഞ്ഞാൽ മരിക്കും എന്ന് ഈ അർജുനൻ പറയാറുണ്ടായിരുന്നു. ഹി ടു ലൈക്ക് ഗൗതമ ബിലീവ്ഡ് ദാറ്റ് ഇമോഷൻസ് വെർ ഡീജനറേറ്റിംഗ്. അയാളും ഈ പറഞ്ഞ ഹസ്ബൻഡിനെ പോലെ തന്നെയായിരുന്നു പിന്നെ മായയുടെ ബ്രദറും ഉണ്ടായിരുന്നത്. ബിലീവ്ഡ് ദാറ്റ് ഇമോഷൻസ് ഒക്കെ ഡീജനറേറ്റിംഗ് ആണെന്നാണ് വിചാരിച്ചിരുന്നത്. ഇൻ എ ചാനൽ മായ വാസ് ആൻറ്റഗോണൈസ്ഡ് ബൈ ഹെർ ബ്രദർ ഓൾസോ. ഹി ഹാഡ് നെവർ പ്ലേഡ് എനി പോസിറ്റീവ് റോൾ ഇൻ ഹെർ ലൈഫ്. അപ്പം ബ്രദറിനും അതുപോലെ ഒരു പോസിറ്റീവ് ലൈഫ് മായയുടെ മുന്നിൽ കാണിക്കാൻ വേണ്ടി പറ്റിയില്ല. ബട്ട് ഹി അപ്പിയേർഡ് ഫ്രം നോവെയർ ടു ടെൽ ദാറ്റ് ഷീ വാസ് റോങ് ഇൻ ബിലീവിങ് ദ ഫെയ്ത്ത് ആൻഡ് ഇമോഷൻസും ഫെയ്ത്തൊക്കെ കൊണ്ടു നടക്കുന്നത് വെറും വിഡിത്തമാണെന്ന ഒരു ഭാഗമായിരുന്നു അയാൾക്കുണ്ടായിരുന്നത്. ഇൻഡീഡ് ഗൗതമാസ് മദർ ആൻഡ് സിസ്റ്റർ നിള ഗേവ് ഹെർ സപ്പോർട്ട്. ഗൗതമൻ്റെ മദറും സിസ്റ്ററായ നിളയും കുറച്ചൊക്കെ സപ്പോർട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ദേ റിയലൈസ്ഡ് ദാറ്റ് മായ വാസ് അലോൺ ആൻഡ് ടുക്ക് ഹെർ ഔട്ട് ഫോർ ഷോപ്പിംഗ്. അവർ ഷോപ്പിങ്ങിനൊക്കെ മായയെ കൂട്ടിക്കൊണ്ടുപോയിരുന്നു. ബട്ട് ദി സപ്പോർട്ട് വാസ് ഓൺലി ട്രാൻസിസ്റ്ററി. കുറച്ച് കാലത്തേക്ക് മാത്രമേ അതൊക്കെ നിലനിന്നുള്ളൂ. ദേ സൂൺ ലെഫ്റ്റ് ഹെർ ടു ഹെർ സെൽഫ്. അവൾ സ്വന്തം കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അവളോട് അവരാവശ്യപ്പെടുകയാണ് പിന്നെ ചെയ്യുന്നത്. ഗൗതമാസ് മദർ ആൻഡ് സിസ്റ്റർ കുഡ് ഡു നത്തിങ് എക്സെപ്റ്റ് ബീങ് സോറോഫുൾ ഫോർ ദ ട്രാജഡി ദാറ്റ് ലൂംഡ് ലാർജ്. ഈ ട്രാജഡിയിൽ അവർ സോറോഫുള്ളായ ഒരു പിന്നെ കോൺട്രിബ്യൂഷൻ മാത്രമേ അവർക്ക് നൽകാനുണ്ടായിരുന്നു. മായ വാസ് ഹ്യൂമൻ ആൻഡ് ചാരിറ്റബിൾ ബൈ നേച്ചർ. അപ്പോൾ ചാരിറ്റബിൾ ആയിട്ടുള്ള ഒരു നേച്ചറായിരുന്നു മായക്കുണ്ടായിരുന്നത്. വൈൽ ഗൗതമ ഡിഡ് നോട്ട് ടേക്ക് നോട്ടീസ് ഓഫ് ദ സഫറിങ്സ് ഓഫ് അതേഴ്സ്. പക്ഷേ ഗൗതമൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കാറില്ലായിരുന്നു. മായ വെൻറ്റ് ടു ദ റെയിൽവേ സ്റ്റേഷൻ ടു റിസീവ് ഹെർ ഹസ്ബൻഡ്സ് മദർ ആൻഡ് സിസ്റ്റർ വെയർ ഷീ ഹാപ്പൻ ടു സീൻ ദ ട്രെയിൻ ലോഡ് ഓഫ് മങ്കീസ് ടേക്കൻ ടു എ ലാബോറട്ടറി അറ്റ് ബോംബെ. ഒരു പ്രാവശ്യം അവർ പിന്നെ മായയുടെ ഹസ്ബൻഡിനെയും മദറിനെയും സിസ്റ്ററിനെയും ഒക്കെ കൂട്ടാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയപ്പോൾ അവിടെ മങ്കികളെ കൊണ്ടുപോകുന്ന ലോഡ് ചെയ്തിട്ടുള്ള ഒരു ലാബോറട്ടറിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ട്രെയിൻ കാണുകയും ഷി വാസ് അഗനൈസ്ഡ് ടു സീ ദ ക്രൂവൽറ്റി ഓഫ് ദ ഐഡിയ ദാറ്റ് ദ ഫ്ലൈറ്റ് ഓഫ് മങ്കീസ് വിച്ച് ആർ പാക്ഡ് ഇൻ കേജസ് വിത്തൗട്ട് സഫിഷ്യൻറ്റ് റൂം ടു മൂവ്. ഒട്ടും പിന്നെ നീങ്ങാനും നിറങ്ങാനും സ്ഥലമില്ലാതെ മങ്കികളെ ഇങ്ങനെ കൂട്ടി അടുക്കി കൊണ്ടുവന്ന് കണ്ടപ്പോൾ അവളാകെ അപ്സെറ്റായി. ദ ഗൾഫ് ബിറ്റ്വീൻ മായ ആൻഡ് ഹെർ ഹസ്ബൻഡ് വൈഡൻഡ് വെൻ. അപ്പോൾ അവളുടെ നോർമൽ അല്ലെങ്കിൽ അവരുടെ മനസ്സിൻ്റെ ആ ഒരു ലോലതയാണ് ഇവിടെ കാണിച്ചു തരുന്നത്. എല്ലാ മൃഗങ്ങളോടും ഒരു സ്നേഹവായ്പുണ്ടായിരുന്ന ഒരു സ്ത്രീയായിരുന്നു അവർ. ഗൾഫ് ബിറ്റ്വീൻ മായ ആൻഡ് ഹെർ ഹസ്ബൻഡ് വൈഡൻഡ് വെൻ ഷീ thought that her husband might put her life in jeopardy if he came to know about the astrologer's prediction. അപ്പോൾ ഈ ആസ്ട്രോളജേഴ്സ് പ്രഡിക്ഷൻ സത്യമാവുക എന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു. വെൻ മായ അപ്രീഷിയേറ്റഡ് ദ ബ്യൂട്ടി ഓഫ് ദ മൂൺ ഹെർ ഹസ്ബൻഡ് മെയ്ഡ് എ ഫാറ്റൽ മിസ്റ്റേക്ക് ആൻഡ് ഫാൾ ഡൗൺ ഫ്രം ദ പാരപ്പറ്റ് ടു മീറ്റ് ഹിസ് ഡെത്ത്. അങ്ങനെ ഒരു ദിവസം രാത്രി പിന്നെ പാരപ്പറ്റിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ മൂണിൻ്റെ ബ്യൂട്ടിയെ പറ്റി ഇവൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹസ്ബൻഡ് അറിയാതെ പുറത്തേക്ക് കാലിൽ വഴുതി താഴെ വീണ് മരിക്കുകയാണ് ചെയ്യുന്നത്. മായ ലൈക്ക് ദ ട്രാജിക് ഹീറോയിൻ തോട്ട് ദാറ്റ് ഷീ വാസ് റെസ്പോൺസിബിൾ ഫോർ ഹെർ ഹസ്ബൻഡ് ഡെത്ത്. അങ്ങനെ ഹസ്ബൻഡിൻ്റെ ഡെത്തിന് താനാണ് ഉത്തരവാദി എന്ന് അവൾ സ്വയം വിചാരിക്കുകയാണ്. ആൻഡ് ലോസ്റ്റ് ദ ഈക്വിലിബ്രിയം ഓഫ് ഹെർ മൈൻഡ് ആൻഡ് ഡെഡ്. അങ്ങനെ അവസാനം മാനസിക നില തെറ്റുകയും അങ്ങനെ കുറേ കാലം ജീവിച്ച ശേഷം മരിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു കഥയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത്. ദ ടൈറ്റിൽ ഓഫ് ദ നോവൽ ദ ക്രൈ, ദ പീകോക്ക് നോവൽ ഡെപ്പിക്റ്റിംഗ് ദ ക്യാരക്ടർ ഓഫ് ലവ് ഹാംഗ്രി മായ. ലവ് ഹാംഗ്രി ആയിട്ടുള്ള മായയാണ് ഇവിടെ കാണിക്കുന്നത്. ദ പീകോക്സ് ക്രൈ പിയ പിയ സീംഡ് ടു ഹെർ ആസ് ക്രൈ ഓഫ് ലവർ. ഒരു ലവറിൻ്റെ ക്രൈ ആയിട്ടാണ് പീകോക്കിൻ്റെ ക്രൈ അവർക്ക് അനുഭവപ്പെടുന്നത്. മായ വാസ് ഫെഡ് ഇൻ ലവ് ഓഫ് ദ ഫാദർ ബട്ട് വാസ് മാരീഡ് ടു എ മാൻ ഹു തോട്ട് ലവ് വാസ് അനദർ നെയിം
ഫോർ അറ്റാച്ച്മെൻറ്റ് വിച്ച് ഈസ് ഡിനോൺസ്ഡ് ബൈ ഗീത. അപ്പം ഈ ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഗീതയിൽ പറഞ്ഞതുപോലെ അറ്റാച്ച്മെൻറ്റിൻ്റെ മറ്റൊരു പേരാണ് എന്നാണ് ഗൗതമൻ പറയുന്നത്. യഥാർത്ഥത്തിൽ ഒരു അൺകണ്ടീഷണൽ ലവ് ആണ് ശരിക്കും മായ നൽകുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. മായാസ് ഡിസയർ ഫോർ ലവ് റിമൈൻഡ് അൺസാറ്റിസ്ഫൈഡ്. അതുകൊണ്ട് തന്നെ സ്നേഹത്തോടുള്ള അവളുടെ ആഗ്രഹങ്ങൾ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ഷീ ഡൈഡ് ചൈൽഡ്ലെസ്. കുട്ടികളില്ലാതെ അവൾ മരിക്കുന്നു. മോറോവർ ഹെർ ഹസ്ബൻഡ് ഷോക്ക്ഡ് ഹെർ സെൻസിബിലിറ്റീസ് by his lack of human values like kindness to animals and grace to the good taste. അപ്പം നല്ല ക്വാളിറ്റികളും അതുപോലെ ആനിമൽസിനോടുള്ള കൈൻഡ്നെസ്സും ഒന്നും മനസ്സിലാക്കാനുള്ള കഴിവ് ആർക്കുണ്ടായിരുന്നില്ല? ഹസ്ബൻഡിന് ഉണ്ടായിരുന്നില്ല. കോൺസിക്വൻ്റ്ലി ഷീ ലോസ്റ്റ് ദ ഇക്വിലിബ്രിയം. അവസാനം അവളുടെ ഈക്വിലിബ്രിയം ലോസ് ചെയ്യാണ്. ദ പ്രഡിക്ഷൻ ദാറ്റ് ഐദർ ഷീ ഓർ ഹെർ ഹസ്ബൻഡ് would die within 4 years of her marriage also gave her nightmares. 4 വർഷം കൊണ്ട് മരിക്കുമെന്നുള്ള പ്രവചനം അവൾക്ക് എപ്പോഴും ഒരു തീരാ പേടി സ്വപ്നമായിരുന്നു. ഹെർ ഡിസയർ ഫോർ ലവ് ആൻഡ് ഹെർ ഹസ്ബൻഡ് റിമൈൻഡ് അൺസാറ്റിസ്ഫൈഡ്. ഡിസയർ, ലവിന് വേണ്ടിയിട്ടുള്ള ഡിസയർ ഉണ്ടായിട്ട് പോലും ഹസ്ബൻഡ് അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഹസ്ബൻഡും. ദ ടൈറ്റിൽ ഓഫ് ദ നോവൽ ഡിസ്ക്രൈബ്സ് ദ ആർഡൻറ്റ് ഡിസയർ ഓഫ് ലവ്. അപ്പോൾ ഈ പിക്കോക്ക് സ്നേഹത്തിന് വേണ്ടി കരയുന്ന ഒരു പിക്കോക്കിൻ്റെ ചിത്രമാണ് ശരിക്കും ഇവിടെ കാണുന്നത്. ദ മെസ്സേജ് ഓഫ് ദ നോവലിസ്റ്റ് ഈസ് ലൗഡ് ആൻഡ് ക്ലിയർ. നമുക്ക് ഈ മെസ്സേജ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, വളരെ വ്യക്തമാണ്. മിസ്മാച്ച്ഡ് മാരേജ് വിൽ ബ്രിങ് മിസ്ഫോർച്യൂൺ ടു ബോത്ത്. രണ്ടുപേർക്കും ഫോർച്യൂണെ ഉണ്ടാക്കുള്ളൂ മിസ്മാച്ച്ഡ് മാരേജ് എന്നാണ്. മേ കിൽ ബോത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഇത് രണ്ടുപേരെയും ഇല്ലാതാക്കും. ഇഫ് ദേ വുഡ് ഡൈ ദേ വിൽ ബി വേഴ്സ് ദാൻ ഡെഡ്. അപ്പോൾ അവർ മരിക്കുകയാണെങ്കിൽ അത് എന്താണ് മരണപ്പെട്ടതിനേക്കാൾ, ദേ ഡോണ്ട് ഡൈ, അവർ മരിച്ചില്ലെങ്കിൽ എന്താണ് മരിച്ചതിനേക്കാൾ കഷ്ടമായിരിക്കും. സെക്കൻഡ്ലി ദ പേരൻസ് ഷുഡ് നോട്ട് സ്റ്റെപ്പ് അസൈഡ് ആസ് മായസ് ഫാദർ ഹാസ് ഡൺ. അതുപോലെ തന്നെ പേരൻസ് മായയുടെ അച്ഛൻ ചെയ്ത പോലെ ചെയ്യുന്നതും ശരിയായ കാര്യമില്ല. തേർഡ്ലി ലവ് ഈസ് നോട്ട് ദ സിൻ ഓഫ് അറ്റാച്ച്മെൻറ്റ് ആസ് ഗൗത തിങ്സ്. ഗൗതമ ചിന്തിക്കുന്ന പോലെ സ്നേഹം എന്ന് പറയുന്നത് ഒരിക്കലും അറ്റാച്ച്മെൻറ്റ് സിന്നല്ല, അല്ലെങ്കിൽ പാപമല്ല എന്നുള്ളത് മനസ്സിലാക്കാനുള്ള കഴിവ് ഇവർക്ക് ഉണ്ടാവണം. ഫൈനലി ദ വൈഫ്, എനി വുമൺ ഫോർ ദ മാറ്റർ, ഷുഡ് നോട്ട് ബി കൺഫൈൻഡ് വിത്തിൻ ദ 4 വാൾസ് ഓഫ് ദ ഹൗസ്. അതിനേക്കാളേറെ ചുമരിൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ, ഒരു മുറിയുടെ 4 ചുമരുകൾക്കുള്ളിൽ മാത്രം തളച്ചിടപ്പെടേണ്ട ജീവിതമല്ല സ്ത്രീകളുടേതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു മെസ്സേജ് കൂടിയാണ് ഈ ഒരു കഥ എന്ന് പറയുന്നത്. കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ മായസ് ലൈഫ് ഇൻ ഹെർ ഫാദർ ആൻഡ് ഹെർ ഇൻലോസ് ഹോം. ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എടുക്കാം. കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ മായസ് ഫാദർ ആൻഡ് ഇൻലോസ്. അപ്പോൾ ദ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ഓഫ് ദ ക്രൈ പീക്കോക്ക് ലവ് ബേർഡ്. അപ്പോൾ ഇതും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒറ്റ ആൻസർ ആണുള്ളത്. ക്രൈ ദ പീക്കോക്ക് ലേസ് ബെയർ ദ ട്രൂമ ഓഫ് മായ കോസ്ഡ് ടു ഹെർ മെയിൻലി ബൈ ഹെർ ലോയർ ഹസ്ബൻഡ് ഗൗതമ. ഗൗതമൻ്റെ ആ ഒരു ഹൂ ഈസ് ബെയർ ഫിറ്റ് ഓഫ് ഇമോഷൻ ഇല്ലാത്ത ഹസ്ബൻഡിൻ്റെ character. His success in legal profession has given him the idea that intellectual approach is right approach. എപ്പോഴും അദ്ദേഹം ഇൻ്റലക്ച്വൽ അപ്രോച്ചാണ് ശരിയായ അപ്രോച്ച് എന്നുള്ള രീതിക്കാണ് കാര്യങ്ങൾ കൊണ്ടു നടക്കുന്നത്. മായ ഈസ് ഫെഡ് ആൻഡ് ബ്രോട്ട് അപ്പ് ഓൺ ഇമോഷണൽ ഡയറ്റ്. ഇമോഷണലായിട്ടുള്ള ഒരു ആഗ്രഹങ്ങളൊന്നും സാധിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. മായ വാസ് ബ്രോട്ട് അപ്പ് ബൈ ഫാദർ ഹൂ വുഡ് നോട്ട് സേ നോ ടു എനി ഓഫ് ഹെർ ഡിമാൻഡ്സ്. അപ്പം മായയുടെ അച്ഛനാണ് നേരെ തിരിച്ചുള്ള ഒരാളായിരുന്നു. അദ്ദേഹം ഒരിക്കലും ഒരു കാര്യത്തിന് നോ പറഞ്ഞിരുന്നില്ല. ലവ് ആൻഡ് കംഫോർട്ട് ഫാദേഴ്സ് ഹൗസ്. ഫാദർ വാസ് ലൈക്ക് എ സിൽവർ ഓക്ക് വിത്ത് ഹിസ് ഫൈൻ സിൽവർ വൈറ്റ് ഹെയർ. അപ്പോൾ അത് സിൽവർ ഓക്കായിരുന്നു എന്നൊക്കെ കഥയിൽ പറയുന്നുണ്ട്. ഷീ ലവ്ഡ് ഹിം ഇൻസ്റ്റിങ്റ്റീവ്ലി ആസ് ദ ക്രിങ്കിൾഡ് ദ കോർണേഴ്സ് ഓഫ് ഹിസ് ഐസ്. അപ്പം കണ്ണിലുണ്ണിയായിട്ടായിരുന്നു മായാനെ അദ്ദേഹം വളർത്തിയത്. ലൈക്ക് ആൻ ഓക്ക് ട്രീ ഹി വുഡ് ഗീവ് ഹെർ പ്രൊട്ടക്ഷൻ ആൻഡ് കെയർ. ഒരു മരത്തിനെ പോലെ പ്രൊട്ടക്ഷനും കെയറൊക്കെ നൽകിയിരുന്നത്. ഹി വുഡ് ഫോണ്ടിൽ ഹെർ ചീക്സ് ടു സേ ഹെർ ഇറ്റ് ഈസ് ഗെറ്റിംഗ് വാം ടൈം ഫോർ അസ് ടു റിട്രീറ്റ് ടു ദ ഹിൽസ്. ഇപ്പോൾ കവിള് പിടിച്ചിട്ട് പറയും, തണുപ്പ് അല്ലാതെ ചൂടായിട്ടുണ്ട്, നമുക്ക് ഹില്ലിലേക്ക് പോകാമെന്നൊക്കെ പറയും. വേർ ഷാൽ വി ഗോ ദിസ് ഇയർ മായ ചൂസ്. പീപ്പിൾ സെഡ് ദാറ്റ് ഹി വാസ് സ്പോയിലിംഗ് ഹെർ. എല്ലാ ആളുകളും പറയും, എല്ലാ സ്വാതന്ത്ര്യം കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവരെ ബുദ്ധിമുട്ടിക്കുക അല്ലെങ്കിൽ സ്പോയിൽ ചെയ്യുകയാണെന്നൊക്കെ പറയാറുണ്ടായിരുന്നു. വെൻ ഷി വാസ് ലിവിങ് വിത്ത് ഹെർ ഫാദർ ദ സെർവൻസ് വുഡ് ബ്രിങ് ദ ബ്രേക്ക്ഫാസ്റ്റ് ഔട്ട് ഇൻ ടു ദ ഫ്ലവർ ബേർഡ്സ്. അപ്പം സെർവൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. വിച്ച് സർവേഡ് ലൈക്ക് എ റെവൽ ഓഫ് എൽഫ്സ് ആൻഡ് ഫെയറീസ് ഹു ഫീസ്റ്റ് ഓൺ മെലൺസ് ആൻഡ് സിറപ്സ് ബൈ മൂൺലൈറ്റ്. ഷീ റിമീൻസ്. അപ്പോൾ അവൾ ഓർക്കുന്നുണ്ട്, എന്താണ് ഈ
ഫെയറീസൊക്കെ ഭക്ഷണം കഴിക്കുന്നത് പോലെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയായിരുന്നു ഭക്ഷണമൊക്കെ കൊണ്ടുവന്നത്. ആസ് എ ചൈൽഡ് ഐ എൻജോയ്ഡ് പ്രിൻസസ് ലൈക്ക് സംച്വസ് ഫെയർ ഓഫ് ദ ഫാൻറ്റസീസ് ഓഫ് അറേബ്യൻ നൈറ്റ്സ്. അറേബ്യൻ നൈറ്റ്സിലെ ഫാൻറ്റസികളിൽ ജീവിക്കുന്ന പോലെയായിരുന്നു അവൾ ജീവിച്ചിരുന്നത്. ദ ഗ്ലോറീസ് ഓഫ് ബ്രേവോ ഓഫ് ഇന്ത്യൻ മിത്തോളജി. ലോങ് ആൻഡ് astounding tales of princes and regal queens, jackals and tigers, and being my father's daughter, of lovely English and Irish fairy tales as well, that were read out to me by him. അച്ഛൻ വായിച്ചു തരാറുള്ള ചില കഥകളിലെ ഇംഗ്ലീഷ് നോവലുകളുടെയും ഐറിഷ് കഥകളിലെയൊക്കെ നായികമാരെ പോലെയായിരുന്നു താനും ജീവിച്ചിരുന്നതെന്ന് നമ്മൾ ഓർക്കുകയാണ്. ദാറ്റ് ഇൻവെറ്ററേറ്റ് റീഡർ അലൗഡ്. അദ്ദേഹം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ് ദ ഡോൾ ഡ്രസ്ഡ് ഇൻ പിങ്ക് ഐ നെയിംഡ് റോസ് റാദർ ദാൻ ഗുലാബ്. ആൻഡ് ദ ഗാർഡ്സ് ഓഫ് ബക്കിംഗ്ഹാം പാലസ് വെയർ നിയർലി ആസ് റിയൽ ടു മീ ആസ് ദ uninformed cavalry officers who practiced in the magnificent vestige of yellow dust in the maiden in the army cantonment where I was sometimes taken for a drive in the ഈവനിങ്സ്. അപ്പോൾ ആർമി കണ്ടോൺമെൻറ്റുകളും അതുപോലെ ഈ ബക്കിംഗ്ഹാം പാലസിൻ്റെ കാര്യങ്ങളും എല്ലാം കഥകളിലൂടെ അവൾ ജീവിതത്തിൽ അനുഭവിച്ചതുപോലെ തന്നെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ഹെർ ടേബിൾ വാസ് ലേഡ് ബിസൈഡ് എ മണ്ടൈൻ ഓറഞ്ച് ട്രീ with bright globules of fruit which looked like miniature lanterns of a carnival night. അവളുടെ പിന്നെ ചില ഇമാജിനേഷൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്, കഥയിലൂടെ കഥാകാരി വരച്ച് കാണിക്കുന്നു. when she played the battledore and shuttlecock with small oranges as shuttlecocks which broke like eggs, her father laughed to see her leap and fly. ഇപ്പോൾ ഷട്ടിൽ കോക്കൊക്കെ കളിക്കുമ്പോൾ ഓറഞ്ചൊക്കെ എടുത്തിട്ടായിരിക്കും അവർ ഷട്ടിൽ കോക്കൊക്കെ കളിക്കുന്നത്. ആ സമയത്ത് അത് ബ്രോക്ക് ചെയ്യുന്നതും എഗ്ഗ് പൊട്ടുന്നത് പോലെ പൊട്ടുന്നതൊക്കെ കണ്ടിട്ട് അവരുടെ ഫാദർ ചിരിക്കുമായിരുന്നു. മായാസ് ലവ് ഫോർ ഹെർ ഫാദർ. ആസ് ഹെർ ഫാദർ ലവ്ഡ് ഹെർ ഡിയർലി ഷീ ഓൾസോ ലവ്ഡ് ഹിം വിത്ത് സെയിം ഇൻറ്റൻസിറ്റി. അതേപോലെ അവൾ അങ്ങോട്ടേക്കും വളരെ സ്നേഹത്തോടെയായിരുന്നു അച്ഛനെ കണ്ടായിരുന്നത്. ഹി വാസ് ഓഫ് ഹെർ നത്തിങ് സോർട്ട് ഓഫ് ഗുഡ്. ഹിസ് തോട്ട്സ്, ഹിസ് ലൈഫ്, ഹിസ് ആറ്റിറ്റ്യൂഡ്, ഹിസ് ലേണിംഗ് ആൻഡ് ഹിസ് കാരിയർ എല്ലാം അവൾ തന്നെയായിരുന്നു. പ്രസൻറ്റഡ് ആസ് എ ഫോർമൽ പിക്ചർ ഓഫ് എ മുഗൾ ഗാർഡൻ, ഗ്രേഷ്യസ് ആൻഡ് എക്സാക്ട്, വെയർ ബ്രീഡിംഗ്, കൾച്ചർ, ലീഷർ ആൻഡ് കംഫർട്ട് ഹവ് ബീൻ ബ്രോട്ട് ടു നൈസ് ആർട്ട്, where no single weed is allowed to flower, no single flower to die or remain on the stalk, no single stalk to grow out of its pruned shape. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രമാത്രം പാമ്പേഡായിട്ടാണ് അവർ വളർത്തിയത്. മുഗൾ ഗാർഡനിൽ പൂക്കളെ ചെടികളൊക്കെ വളർത്തുന്നത് പോലെ പിന്നെ താലോലിച്ചാണ് തൻ്റെ മകളെ വളർത്തിയത്. മായ ബിക്കെയിം പോയറ്റിക് ആസ് ഷീ കണ്ടിന്യൂഡ് ടു പ്രൈസ് ദ ഗ്രേസ് ഓഫ് ഹെർ ഫാദർ. അവളുടെ ഫാദറിനെ പറ്റി പറയുമ്പോൾ അവൾ കവിതാത്മകമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഷീ റെമിനൈസഡ്, അവൾ ഓർക്കുകയാണ്. ആസ് ദ സ്ട്രീംസ് ഇൻ മുഗൾ ഗാർഡൻ ഫ്ലോ മ്യൂസിക്കലി ത്രൂ ദ ചാനൽസ് ഓഫ് കർവ്ഡ് മാർബിൾസ് ആൻഡ് സാൻഡ്സ്റ്റോൺ, അതിലുള്ള സാൻഡ്സ്റ്റോണിലൂടെയും കർവ്ഡ് ആയിട്ടുള്ള ചാനലുകളിലൂടെയും ഒഴുകുന്ന പുഴ പോലെ. സോ ഹിസ് തോട്ട്സ്, ഹിസ് ലൈഫ് ഫ്ലോ ബ്രോക്കൺ ഇൻ ടു സ്മോൾ എക്സ്ക്യൂസേറ്റ് പാറ്റേൺസ് ബൈ ദ കർവിംഗ് പ്ലേഡ് അപ്പോൺ ദ ആൾട്ടറിംഗ് ന്യൂസൻസ് ഓഫ് ലൈറ്റ് ആൻഡ് ഷെയ്ഡ്. അപ്പോൾ ലൈറ്റിലും ഷെയ്ഡിലൊക്കെ ഈ ജീവിതം അങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയായിരുന്നു എന്നാണ് അവൾ അച്ഛനെക്കുറിച്ച് ഓർക്കുന്നത്. ബട്ട് നെവർ ഓവർ സ്റ്റെപ്പിംഗ് ദെയർ ലിമിറ്റേഷൻസ്, നെവർ ബ്രേക്കിംഗ് ദെയർ ബൗണ്ട്സ്, ഓൾവേസ് മൂവിങ് ഓൺവേഡ്സ് വിത്ത് സം ഗ്രേസ്ഫുൾ ഗൈഡൻസ്. അപ്പം ഒരിക്കലും അവൾ അച്ഛൻ്റെ വാക്കുകൾ തെറ്റിക്കുകയോ അല്ലെങ്കിൽ അതിനെതിരായിട്ട് പ്രവർത്തിക്കുകയോ ചെയ്യാതെയായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ മായയും ഹസ്ബൻഡും തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റ് അല്ലെങ്കിൽ ക്യാരക്ടർ സ്കെച്ചിലുള്ള വ്യത്യാസങ്ങൾ ചിലപ്പോൾ ചോദിക്കാം എക്സാമിന്. സച്ച് എ ഡോക്ടർ വാസ് മാരീഡ് ടു ഗൗതമ. അങ്ങനെയുള്ളൊരു കുട്ടീനെയാണ് ഗൗതമന് കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. ഹു വാസ് എ ലോയർ ബൈ പ്രൊഫഷൻ, ടു ബിസി ആൻഡ് ടു ഇൻ്റലക്ച്വൽ ടു കെയർ ഫോർ ടെൻഡർ ഡെലിക്കേറ്റ് ഇമോഷൻസ്. അപ്പോൾ ഡെലിക്കേറ്റ് ഇമോഷൻസ് ഒന്നും അയാളെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല. ഇറ്റ് വാസ് എ സീ ഓഫ് ചേഞ്ച് ഇൻ ഹെർ ലൈഫ് സ്റ്റൈൽ. ഇതൊരു വലിയ ചേഞ്ച് ആയിട്ട് അവളുടെ ജീവിതത്തിൽ മാറാണ്. ലൈക്ക് മായ, ഹെർ ഹസ്ബൻഡ് ലീവ്ഡ് ലൈഫ് വാണ്ട് ഓഫ് പ്രോവർട്ടി. കാരണം ഹസ്ബൻഡ് വളരെ ദുരിതപൂർണ്ണമായ ജീവിതമായിരുന്നു ആദ്യം നയിച്ചുകൊണ്ടിരുന്നത്. ഹി സ്റ്റഡീഡ് അറ്റ് സ്കൂൾ വിച്ച് ഹാഡ് സ്മോൾ എയർലെസ് ചോക്കി ക്ലാസ് റൂം. എയർലെസ് ആയിട്ടുള്ള ചോക്ക് ഉപയോഗിക്കുന്ന ക്ലാസ് റൂമുള്ളൊരു സ്കൂളിലായിരുന്നു അദ്ദേഹം പഠിച്ചത്. ട്രിപ്സ് ടു സൂ വിത്ത് ബാഗ്സ് പീനട്സ് വാസ് ഫാർ ഫ്രം ഇറ്റ് ആസ് എലഫൻറ്റ് റൈഡ്സ് ഇൻ ജംഗിൾ. അപ്പോൾ ഇത് സൂ പോലും ടൂർ പോലൊക്കെ വളരെയധികം പിന്നെ വിദൂരമായ സ്വപ്നങ്ങളായിരുന്നു. ഹിസ് ബോഡി വാസ് സ്ലെൻഡർ ആൻഡ് അനീമിക്. വളരെ മെലിഞ്ഞ അനീമിയ പിടിച്ച പോലുള്ളൊരു ശരീരമായിരുന്നു അദ്ദേഹത്തിൻ്റെ. സ്കേജ് ലൈക്ക്
ribs were made prominent and aroused pity in the heart of Maya. അദ്ദേഹത്തിൻ്റെ വാരിയലുകൾ ഒരു കൂടിൻ്റെ പിന്നെ അഴികൾ പോലെ കാണാമായിരുന്നു. ഹിസ് സ്കെൽട്ടൺ വാസ് ഇൻ ഷാർപ്പ് കോൺട്രാസ്റ്റ് വിത്ത് അറ്റാച്ച്മെന്റ് ഓഫ് സോളിഡ് സബ്സ്റ്റൻസ് ഓഫ് മെറ്റീരിയലിസ്റ്റിക് വേൾഡ്. അദ്ദേഹത്തിൻ്റെ സ്കെൽട്ടൺ എന്ന് പറയുന്ന ഈ മെറ്റീരിയലിസ്റ്റിക് വേൾഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, കോൺട്രാസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇറ്റ് വാസ് ഓഫ് കോഴ്സ് ദ മിസ്മാച്ച്ഡ് മാരേജ്. അതിലാണ് മിസ്മാച്ച് മാരേജ് ആണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റിയത്. ദ വൈഫ് വാസ് ബ്രോട്ട് അപ്പ് ലൈക്ക് എ പ്രിൻസസ് വിത്ത് ഓൾ അമ്യൂണിറ്റീസ് ഓഫ് ലൈഫ് ഇൻ എ അറ്റ്മോസ്ഫിയർ ഓഫ് വാംത്ത് എമോഷൻസ്. വൈൽ ദ ഹസ്ബൻഡ് വാസ് ബ്രോട്ട് അപ്പ് ഇൻ എ പോവർട്ടി ആൻഡ് വാസ് എ ലോയർ വിത്ത് എ പ്യുവർലി ഇൻ്റലക്ച്വൽ അപ്രോച്ച്. അപ്പോൾ പ്യുവർലി ഇൻ്റലക്ച്വൽ അപ്രോച്ചുള്ള, വിത്തൗട്ട് ഹാവിങ് ഈവൻ അപ്രീസിയേഷൻ ഫോർ ഇമോഷന് പോലും അപ്രീസിയേഷൻ കൊടുക്കാത്ത ഒരു ഇൻ്റലക്റ്റ് ആയിരുന്നു ഹസ്ബൻഡ്. ഗൗതമ വാസ് എ കോൾഡ് ഇൻ്റലക്ച്വൽ. ബട്ട് Maya is right to ask people not to presume that our marriage was an empty one, a failure ആണ് എന്ന് അവൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. തോട്ട് it is true that Maya could not get emotional support from Gautama, which she was in need of. ഗൗതമിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഇമോഷണൽ സപ്പോർട്ട് അവൾക്ക് കിട്ടില്ല എന്ന് അവൾക്ക് ഉറപ്പാണ്. മായസ് വേൾഡ് വാസ് കംപ്ലീറ്റ്ലി ഷാറ്റേഡ്. എല്ലാം തകർന്നടിഞ്ഞ ഒരു ജീവിതമായിരുന്നു അവളുടെ. ഷീ ഡിഡ് നോട്ട് ഹാവ് മദർ, അമ്മയില്ല, ഓർ എ ചൈൽഡ്, ഒരു കുട്ടിയില്ല. ഷീ ദെയർഫോർ ഗേവ് ഓൾ ഹെർ ലവ് ടു ഹെർ ഡോഗ്. ടോട്ടോയ്ക്കായിരുന്നു സ്നേഹം മുഴുവൻ കൊടുത്തത്. വെൻ ദ ഡോഗ് ഡൈഡ് ഹെർ ഹസ്ബൻഡ് ഗൗതമ വാസ് നോട്ട് അറ്റ് ഹോം. അപ്പോൾ ഈ പട്ടി മരിച്ച് ചത്തുപോയപ്പോഴും ഗൗതമൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഷീ വാസ് അലോൺ വിത്തൗട്ട് എനിബഡി ടു കൺസോൾ ഹെർ ഇൻ ഹെർ അവർ ഓഫ് ബ്രേവ്മെൻറ്റ്. അപ്പോൾ ഈ സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു അവറിൽ അവളെ നോക്കാൻ ആരും ഉണ്ടായിരുന്നു. വെൻ ഹെർ ഹസ്ബൻഡ് കെയിം ഇൻ ദ ഈവനിങ് ഹി മെയ്ഡ് എ ഷോർട്ട് വർക്ക് ഓഫ് ദ വോൾ അഫെയർ. അപ്പോൾ ഹസ്ബൻഡ് വന്ന സമയത്ത് അവൾ എന്ത് ചെയ്തു, ഒരു ഷോർട്ട് വർക്ക് പിന്നെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഹി റാങ് അപ്പ് ദ മുനിസിപ്പാലിറ്റി വിച്ച് സെൻഡ് എ ട്രക്ക് ടു റിമൂവ് ദ കാർക്കസ് വിത്തൗട്ട് കെയറിങ് ഫോർ ഇമോഷൻസ് ഓഫ് മായ ഹു വാണ്ടഡ് ടു ഗിവ് ബെഫിറ്റിംഗ് ഫെയർവെൽ ടു ദ ഡോഗ്. അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഫെയർവെൽ കൊടുക്കണം ഡോഗിന്, അല്ലെങ്കിൽ ഒരു ഫ്യൂണറൽ ഫംഗ്ഷൻ, ഒരു ശവസംസ്കാരം ഡോഗിനെ നടത്തണം എന്ന അവളുടെ ആഗ്രഹം പോലും അവിടെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ദർ വാസ് സംതിങ് എമിസ് ഇൻ ഹെർ ഡിസയർ ടു ഡു സോ. അങ്ങനെ ചെയ്യുന്നതിൽ ചില കാര്യങ്ങളുണ്ട്. പീപ്പിൾ ജനറലി ലവ് ദെയർ ഡോഗ് ലൈക്ക് മെമ്പർ ഓഫ് ഫാമിലി ആൻഡ് ബിൽഡ് ദെയർ ടോംസ് ഇൻ വിത്ത് ആൻ എപ്പിറ്റ റിട്ടേൺ. പിന്നെ പിന്നെ കുറിപ്പൊക്കെ നൽകി എഴുതി വെച്ച് അങ്ങനെ ഈ ഡോഗ്സിന് വേണ്ടി ടോംസ് ഒക്കെ നിർമ്മിക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്, അല്ലെങ്കിൽ ശവകുടീരങ്ങളടക്കം നിർമ്മിക്കുന്ന ആളുകൾ. അപ്പോൾ അതൊന്നും അവൾ ആഗ്രഹിച്ചില്ല. അവൾക്ക് ഒരു ഫ്യൂണറൽ ഫംഗ്ഷൻ കൊടുക്കണമെന്ന് മാത്രം ആഗ്രഹിച്ചിരുന്നു. സെർട്ടൻലി ഡിഡ് ദ ഡോഗ് ഡിസർവ് ദിസ് മച്ച്. ആ ഡോഗായിരുന്നു അവളുടെ എല്ലാം. മായ വാസ് ഹർട്ട് ടു നോ ദാറ്റ് ടോട്ടോസ് ബോഡി വാസ് ടേക്കൺ അവേ ബൈ ട്രക്ക് ഓഫ് മുനിസിപ്പാലിറ്റി ടു ബി ബറീഡ്. ട്രക്ക് വന്നിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഗൗതമാസ് റിഫ്യൂസൽ ടു ഗോ ഔട്ട് ഇൻ സമ്മർ. അതുപോലെ ഒരു നേരത്തെ എന്താണ് ഗൗതമൻ്റെ റിഫ്യൂസൽ. അപ്പോൾ ഗൗതമൻ്റെ ക്യാരക്ടർ പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയണം. ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഗൗതമൻ, ഡോഗിനെ പിന്നെ എന്താണ് അനുവദിക്കാത്ത ഗൗതമൻ. പിന്നെ പറയേണ്ടത് റെഫ്യൂസൽ ഇൻ സമ്മറിലെ റെഫ്യൂസൽ. നോട്ട് ഓൺലി കോൾഡ് ഇൻ്റലക്ച്വൽ, ഹി വാസ് കോൾഡ് ടു ഐഡിയ ഓഫ് ഗോയിങ് ഔട്ട് ഇൻ സമ്മർ. സമ്മറിൽ പോലും അവർ പിന്നെ പുറത്തേക്ക് പോകാൻ അയാൾ കൂട്ടാക്കിയില്ല. വൈൽ ഹെർ ഫാദർ വുഡ് ആസ്ക് ഹെർ അഫെക്ഷനേറ്റ്ലി എവരി സമ്മർ ടു ചൂസ് ദ ഹിൽ സ്റ്റേഷൻ ഷീ വുഡ് ലൈക്ക് ടു ഗോ. അവളുടെ അച്ഛനാണെങ്കിൽ എല്ലാ വർഷവും ഹിൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരുന്നു സമ്മറിൽ. എ ഗേൾ ഹു ഹാഡ് എൻജോയ്ഡ് ദ ഹണി ഓഫ് സച്ച് ലാവിഷ് ലിവിങ് ഫെൽറ്റ് സ്റ്റിഫിൾഡ്. അങ്ങനെയുള്ള ഒരു ലാവിഷ് ജീവിതം ഇല്ലാതായപ്പോൾ അവളാകെ അന്താളിച്ചു പോയി. ഷീ സെഡ് ടു ഹെർ ഹസ്ബൻഡ് വൺസ്, ഇഫ് only we could go away for the summer. He reacted in the expected way. He stiffened immediately and said in cold astrament tone. അപ്പോൾ നമുക്ക് സമ്മറിൽ എവിടെയും പോകാമെന്ന് പറഞ്ഞപ്പോൾ, വൈ ഡോണ്ട് യു, നമുക്ക് പോകാം. യുവർ ഫാദർ വുഡ് ടേക്ക് യു വേർ എവർ യു വാണ്ടഡ് ടു ഗോ. ഹീ ക്യാൻ. അച്ഛന് അറിയാലോ നിന്നെ എവിടെയൊക്കെ കൊണ്ടുപോകേണ്ടത്, അച്ഛൻ കൊണ്ടുപോയിക്കോളും എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്റ്റോൺ വാസ് സർക്കാസ്റ്റിക്, ഒരു പരിഹാസ രൂപേണയായിരുന്നു. ഡെനിയൽ ഓഫ് ദ ലക്ഷറീസ് വിച്ച് ഷീ ഹാഡ് എൻജോയ്ഡ് അറ്റ് ഹെർ ഫാദേഴ്സ് ഹൗസ് മെയ്ഡ് ഹെവി അപ്പോൺ ഹെർ മൈൻഡ്. ഒരുപാട് ലക്ഷറി പിന്നെ അനുഭവിച്ച ജീവിതമാണ് തൻ്റേത് എന്ന് അവൾക്ക് തോന്നാനും തുടങ്ങി അതോടെ. ആൻഡ് റാൻകർ ഓഫ് ഐറണി ആൻഡ് സർക്കാസം വാസ് ലൈക്ക് വിട്രിയോൾ ഓൺ എ സൈൻഡ് സൈക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള വേദനിക്കുന്ന ഒരു ഹൃദയത്തിന് താങ്ങാതിലപ്പുറമായിരുന്നു ഈ വാക്കുകളെല്ലാം. ബട്ട് ഇറ്റ് വിൽ ബി ഫോളി ഓഫ് ദ മാർക്ക് ഇഫ് ഇറ്റ് ഈസ് പെർസ്യൂംഡ് ദാറ്റ് മായ ഹാഡ് നോ ലവ് ഫോർ ഹെർ ഹസ്ബൻഡ്. പക്ഷേ ആ ഹസ്ബൻഡിനോട് അല്ലെങ്കിൽ ഭർത്താവിനോട് സ്നേഹമില്ല എന്നൊരിക്കലും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഷീ സെഡ് ടു ഹിം ദാറ്റ് ഇറ്റ് വുഡ് നോട്ട് ബി പോസിബിൾ ഫോർ ഹെർ ടു ഗോ അവേ
ടു ദ ഹിൽസ് ലീവിങ് ഹിം ബിഹൈൻഡ് ദ ഹീറ്റ്. അപ്പോൾ ഹസ്ബൻഡിനെ ഇവിടെ നിർത്തിയിട്ട് തനിക്ക് മാത്രം ഹിൽ സ്റ്റേഷനിലേക്ക് പോകണ്ടെന്ന് അവൾ പറയുന്നുണ്ട്. ബട്ട് ഗൗതമ സ്നാപ്ഡ് ദാറ്റ് ഹി വുഡ് ബി ഏബിൾ ടു മെസ്സേജ് അസ് ഹി വാസ് ഡൂയിങ് ബിഫോർ മാരേജ്. ഇപ്പോൾ മാരേജിന് മുമ്പ് താൻ മെസ്സേജ് അയച്ചതുപോലെ താൻ മെസ്സേജ് അയച്ചോളാം എന്നൊക്കെ അവർ പറയുന്നുണ്ട്, ഗൗതം പറയുന്നുണ്ട്. ഗൗതമ ഡിഡ് നോട്ട് റെസിപ്രോക്കേറ്റ് ഹർ ഫീലിംഗ്. അവളുടെ ഫീലിംഗ് അന്നേരവും അയാൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. മായ സ്റ്റിൽ ട്രൈഡ് എ ബിറ്റ് ടു പെർസ്യൂഡ് ഹിം ടു ഫൈൻഡ് ടൈം. ഷീ ആസ്ഡ് ഹിം ഈസ് ദർ സോ മച്ച് വർക്ക് ടു ബി ഡൺ ഇൻ ദിസ് സമ്മർ. ഈ സമ്മറിൽ ഒരുപാട് വർക്കുകൾ ചെയ്യാനുണ്ട്. കുഡിൻറ്റ് യു ഗെറ്റ് എവേ ജസ്റ്റ് ഫോർ എ ഷോർട്ട് ഹോളിഡേ. ഒരു ചെറിയൊരു ഹോളിഡേക്കെങ്കിലും പോന്നുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഗൗതമ റെഫ്യൂസ്ഡ് ടു ബി കാജുവൽഡ്. അങ്ങനെയുള്ള കൊഞ്ചലുകളിലൊന്നും ഗൗതമന് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഹി ടോൾഡ് ഹെർ സ്ട്രേറ്റ് ദാറ്റ് ഹി ഹാഡ് എ ലോട്ട് ഓഫ് വർക്ക് ടു ഡു ഇൻ സമ്മർ. സമ്മറിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ടെന്ന് അയാൾ പറയാണ്. സ്റ്റിൽ ഹി ആസ്ഡ് ഹെർ വെദർ ഷീ വുഡ് ലൈക്ക് ടു ഗോ ഡാർജിലിംഗ്. ഡാർജിലിംഗിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടോ എന്ന് അയാൾ ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. വെൻ മായ അഡ്മിറ്റഡ് ഇൻ കാൻഡിഡ് മാനർ ദാറ്റ് ഹെർ ഫാദർ വുഡ് ബി അറ്റ് ഡാർജിലിംഗ്. ഫാദർ ഡാർജിലിംഗിൽ കൊണ്ടുപോയിക്കോളും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഗൗതമ സെഡ് സർക്കാസ്റ്റിക്കലി ദാറ്റ് ഹി ന്യൂ ദാറ്റ് മച്ച്. ദിസ് മാർക്ക് ഹേർട്ട് മായ മോർ ദാൻ ഇഫ് ഇറ്റ് ഹാഡ് ബീൻ എലു ഓഫ് അൺമാസ്ക്ഡ് മിസാന്തറോപ്പി. അദ്ദേഹത്തിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡിനെ അവൾ അവിടെ വെച്ചിട്ട് മനസ്സിലാക്കുകയാണ്. ഹൗവർ മായ സെഡ് ദാറ്റ് ഷീ വാണ്ടഡ് ടു ഗോ ടു ട്രാവൻകൂർ, കൊച്ചിൻ, മൈസൂർ, മലബാർ ടു സീ കഥകളി ഡാൻസ്. കഥകളി ഡാൻസ് കാണാനൊക്കെ അവൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് ഗൗതമ ഡ്രോപ്ഡ് ദ ഇഷ്യൂ ഫോർ എവർ, സെയിങ് ദാറ്റ് ഷീ ഷുഡ് വെയിറ്റ് ടിൽ ദ വിൻറ്റേഴ്സ് വെൻ ഹി ഹോപ്ഡ് ദാറ്റ് സം കഥകളി ഡാൻസ് ട്രൂപ്പ് വിൽ കം ടു ഡൽഹി. അപ്പോൾ എന്താണ്, ഡൽഹിയിലേക്ക് കഥകളി ട്രൂപ്പ് വരുന്ന വിൻ്റർ കാലഘട്ടം വരെ എന്ത് ചെയ്യണം, നീ ക്ഷമിച്ചിരിക്കുകയെന്ന് അവളോട് പറയുകയാണ് ചെയ്യുന്നത്. ഇനി ഗൗതമിൻ്റെ ഫാമിലിയെ പറ്റിയിട്ട് നോക്കാം. ദ വേർഡ് ഓഫ് ലവ്. മായ സൂൺ റിയലൈസ് ദാറ്റ് ഷി വാസ് ഇൻ ഡിഫിക്കൽട്ട് വേൾഡ് വെയർ ഹെർ വേൾഡ് വാസ് നോട്ട് ലോ ആസ് ഇറ്റ് വാസ് ഇൻ ഹെർ ഫാദേഴ്സ് ഹൗസ്. ഫാദേഴ്സിൻ്റെ ഹൗസ് പോലെ അല്ല എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട് അവൾ അവിടെ എത്തിയപ്പോൾ. എ ഗേൾ ഹു ഹാഡ് ദ അപ്ബ്രിമിങ് ഓഫ് ദ പ്രിൻസസ് ഫെയിൽഡ് ടു കോംപ്രമൈസ് വിത്ത് ദ ചേഞ്ച്ഡ് സർക്കംസ്റ്റാൻസസ്. ഈ ചേഞ്ച്ഡ് സർക്കംസ്റ്റാൻസിൽ താൻ എങ്ങനെ ജീവിക്കും എന്നുള്ളത് അവളെ അലട്ടുന്നുണ്ട്. മോർ സോ ബിക്കോസ് ഷീ ഹാഡ് ദ എക്സ്പെക്റ്റേഷൻ ദാറ്റ് ഹസ്ബൻഡ് വുഡ് ലവ് ഹെർ ഈവൻ മോർ ദാൻ ഹെർ ഫാദർ. ഫാദറിനേക്കാളേറെ ഹസ്ബൻഡ് ലവ് ചെയ്യുമെന്ന എക്സ്പെക്റ്റേഷനോടെയാണ് അവർ വരുന്നത്. ബട്ട് നൗ ഇറ്റ് വാസ് ക്ലിയർ ടു ഹെർ നോ വൺ എൽസ് ലവ് മീ ആസ് മൈ ഫാദർ ഡസ്. ലോകത്തൊരാളും എന്നെ അച്ഛൻ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കില്ല എന്നവൾ അവിടെ നിന്ന് തിരിച്ചറിയുന്നു. To make matters worse, one in Gautama's family ever spoke of love. They spoke of debates in parliament, case of bribery and corruption revealed in government, of newspaper editors accused of libel, and the trials that followed. The traders' pact made with the countries across seas, political treaties with those across the mountains. അപ്പോൾ ഇത് ഒരുപാട് കാര്യങ്ങൾ അവർ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പാർലമെൻറ്റിനെ കുറിച്ചും കോഴകളെ കുറിച്ചും കറപ്ഷനെ കുറിച്ചും ഗവൺമെൻറ്റിനെ കുറിച്ചും അതുപോലെ ന്യൂസ് പേപ്പർ എഡിറ്റർമാർ ചെയ്ത എഡിറ്റോറിയലുകളെ കുറിച്ചും അതുപോലെ ട്രയലുകളെ കുറിച്ചും ആരോപിതരെ കുറിച്ചും അതുപോലെ വിചാരണകളെക്കുറിച്ചും ട്രേഡ് പാക്റ്റുകളെക്കുറിച്ചും നിയമങ്ങളെക്കുറിച്ചും ഒക്കെ അവർ സംസാരിക്കുന്നുണ്ട്. അതുപോലെ സീകൾ, പൊളിറ്റിക്കൽ ട്രീറ്റീസ് ഒക്കെ പറയുന്നുണ്ട്. ഗദമാസ് മദർ ഹാഡ് ഇന്യൂമറബിൾ എൻഗേജ്മെൻറ്റ്സ്. അമ്മയ്ക്കാണെങ്കിൽ ഒരുപാട് എൻഗേജ്മെൻറ്റ്സ് ആണ്. ഷീ ഹാഡ് നോ ടൈം ടു സ്പെയർ ഫോർ മായ. ഷീ ന്യൂ സോ മെനി പീപ്പിൾ ഗാദേർഡ് ഫ്രം സച്ച് എ ഡൈവേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് സിറ്റുവേഷൻസ് ദാറ്റ് ഐ വണ്ടേർഡ് ഹൗ ഐ കുഡ് മീൻ എനിത്തിങ് മോർ ടു ഹെർ ദാൻ യെറ്റ് അനദർ ഹ്യൂമൻ ബീങ് ടു ബി മെയ്ഡ് കംഫർട്ടബിൾ ഇൻ ദ ഹോസ്റ്റൽ വേൾഡ്. അപ്പോൾ ഇവിടെ അവൾക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന പല ആളുകളുമായിട്ടാണ് അവർ മിങ്കിൾ ചെയ്ത് പോകുന്നത്. ഷീ വുഡ് റഷ് ടു ഹെർ ഡിസ്പെൻസറി. അതുപോലെ ക്രഷിലേക്കും ഡിസ്പെൻസറിയിലേക്ക് അവർ ഓടുന്നുണ്ട്. ഓർ ഹെർ വർക്ക്ഷോപ്പ് ഫോർ ദ ബ്ലൈൻഡ് ഡിസേബിൾഡ്. ഈവൻ ദ പാരിഷ് പബ്സ് ഷീ ഹാഡ് പിക്ഡ് അപ്പ് ഫ്രം ദ സ്ട്രീറ്റ്സ് ഗോട്ട് ഗ്രേറ്റർ ലവ് ആസ് ദേ ക്ലാംബേർഡ് ഓവർ ഹെർ. അപ്പം എന്താണ് ഈ ഒരു നായ്ക്കുട്ടിക്ക് പോലുള്ള സ്നേഹം പോലും അവരൊന്നും കാണിക്കാറില്ല. ഷീ പെയ്ഡ് ലിറ്റിൽ അറ്റൻഷൻ ടു ഹെർ ചിൽഡ്രൻ. കുട്ടികളെപ്പോലും അവർ നോക്കിയിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. ഹെർ ചിൽഡ്രൻ ഓൾസോ ഡിഡ് നോട്ട് കെയർ മച്ച് അബൌട്ട് ഹെർ. അതുകൊണ്ട് തന്നെ കുട്ടികൾ അവരോടും അത്ര തന്നെ സ്നേഹം കാണിക്കാറുള്ളൂ. ഷീ ഹാഡ് സെവറൽ ചിൽഡ്രൻ, 2 of them were still studying. കുറച്ച് കുട്ടികളിൽ 2 പഠിക്കുന്നു. വൈൽ ദ അതേഴ്സ് വേർ ജേർണലിസ്റ്റുകളാണ്, ടീച്ചർമാരാണ്, സയൻറ്റിസ്റ്റുകളാണ്. അതിൽ ഗൗതമ എന്ന് പറയുന്നത് ഏറ്റവും എൽഡസ്റ്റ് ആണ്, ഏറ്റവും മൂത്ത ആളാണ് ഈ ഗൗതമ. അയാൾ ലോയറാണ്.
They discussed everything with the gusto, except their private personal matter. അവരുടെ പ്രൈവറ്റ് പേഴ്സണൽ മാസ്റ്റർ ഒഴികെ ബാക്കിയെല്ലാം അവർ വലിയൊരു പിന്നെ ഒരു ഗസ്റ്റിൻ്റെ രൂപത്തിലാണ് അവർ വലിയ പ്രൗഢിയോട് കൂടിയാണ് സംസാരിക്കാറുള്ളത്. അതമ്മ വാണ്ടഡ് ടു ഡിസ്കസ് നത്തിങ് ബട്ട് ലീഗൽ കേസ് വിത്ത് ഹിസ് വൈഫ്. എപ്പോഴും ലീഗൽ കേസുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ ഗൗതമിന് പറയാനുണ്ടായിരുന്നുള്ളൂ. ദേ ട്രീറ്റഡ് മായ ലൈക്ക് എ ടോയ്. ഒരു പാവക്കുട്ടിയെ പോലെ മായ അവിടെ ട്രീറ്റ് ചെയ്യപ്പെട്ടു. വിത്ത് ഇൻ്റലിജൻസ്, കൺസിഡറിങ് ഹെർ ഫിറ്റ് ടു ഡിസ്കസ് ഓൺലി സച്ച് മാറ്റേഴ്സ് ആസ് ബേബീസ് മീൽസ് ഷോപ്പിംഗ്. ബേബീസും മീൽസും ഷോപ്പിങ്ങിനൊക്കെ പിന്നെ മാരേജസ് ഇതിനെയൊക്കെ ഡീൽ ചെയ്യുന്നത് പോലെയാണ് അവളെ ഡീൽ ചെയ്യുന്നത്. ദേ ഡിഡ് നോട്ട് ഇൻക്ലൂഡ് ഹെർ ഇൻ ഡിസ്കഷൻസ് ഓഫ് വാട്ട് ദേ കൺസിഡേർഡ് സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷൻസ് അവളെ ഉൾക്കൊള്ളിച്ചിരുന്നില്ല. ആൻഡ് ദേ തോട്ട് ദാറ്റ് ദ വേൾഡ് ഷീ കം ഫ്രം വാസ് ലക്ഷറി വിച്ച് ദേ കൺസിഡേർഡ് ക്രൈം ടു സഫർ. അപ്പോൾ അവൾ വന്നത് തന്നെ ഒരു വളരെ ലക്ഷറിയസ് ആയിട്ടുള്ള ലൈഫിൽ നിന്നാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അതൊരു ക്രൈമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. ഗൗതമാസ് ഫാദർ വാസ് ആക്റ്റീവ്ലി വർക്കിംഗ് ഫോർ ദ ഇൻഡിപെൻഡൻസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വർക്ക് ചെയ്ത ഒരാളാണ് ഗൗതമിൻ്റെ ഫാദർ എന്ന് പറയുന്നത്. വിച്ച് വാസ് ദെൻ ലൈക്ക് ആൻ അൺഫേൾഡ് ഫ്ലാഗ് അറ്റ് ഹാഫ് മാസ്റ്റ്. അപ്പം ഒരു ഫ്ലാഗ് പോലെ, പകുതി കെട്ടിവെച്ച ഫ്ലാഗ് പോലെയായിരുന്നു അയാൾ. ദെയർഫോർ ഹി ടൂർഡ് മോസ്റ്റ് ഓഫ് ദ ടൈം. പലപ്പോഴും അദ്ദേഹം ടൂർ ചെയ്തുകൊണ്ടേയിരുന്നു. ഹി ഹാഡ് പീസ് ഒൺലി വെൻ ഹി വാസ് ഇൻ പ്രിസണിലുള്ളപ്പോൾ മാത്രമായിരിക്കും അദ്ദേഹത്തിന് ശാന്തത ഉണ്ടാകുന്നതെന്ന് തോന്നിപ്പോകും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ. സൊള്ളി കൺസേൺ വാസ് ദ അഷറിങ് ഓഫ് ന്യൂ എപ്പോക്ക് വിച്ച് ഹി സീംഡ് ടു നോ വുഡ് ഹാവ് ഇറ്റ്സ് ഓൺ ഇറിറ്റേഷൻസ് ആൻഡ് ഫെയിലിയേഴ്സ്. ഇറ്റ്സ് റെഡ് ടേപ്പ് ആൻഡ് കറപ്ഷൻ റെഡ് ടേപ്പ് ഒക്കെയാണ് അയാളുടെ മെയിനായിട്ടുള്ള പ്രോബ്ലംസ്. ഇറ്റ്സ് സ്മോൾ പെയിൽ ഹോപ്സ് ഓഫ് ഫ്രസ്ട്രേഷൻസ് ആൻഡ് അബവ് ഓൾ ഇറ്റ് ഗ്രേറ്റ് ഗ്ലോറി. ഇതിൻ്റെ ഗ്രേറ്റ് ഗ്ലോറികളും ഫ്രസ്ട്രേഷൻസ് ഒക്കെ അയാൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഇറ്റ് എഫക്റ്റ് അപ്പോൺ ദ കൗണ്ട്ലെസ് വില്ലേജസ് ആൻഡ് സിറ്റീസ് ഹി വിസിറ്റഡ്. അതുപോലെ അദ്ദേഹം വിസിറ്റ് ചെയ്ത സിറ്റികളും വില്ലേജിനെ പറ്റിയൊക്കെ അദ്ദേഹത്തിന് ഇങ്ങനെ പറയാനുണ്ടാവും ഒരുപാട്. ഹി വാസ് എ മാൻ ഹു ഹാഡ് ടൈം ആൻഡ് എനർജി ടു തിങ്ക് ഓഫ് ദ ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ ബട്ട് നോട്ട് ഹിസ് ഓൺ ഫാമിലി. ഇന്ത്യയുടെ ഫ്യൂച്ചറിനെ പറ്റി മാത്രം ചിന്തിക്കാൻ വേണ്ടി ജനിച്ച ആളെ പോലെയാണ് അദ്ദേഹം ജീവിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഫാമിലിനെ കുറിച്ച് അദ്ദേഹത്തിന് ചിന്തിക്കാനേ സമയമില്ല. In a way, everybody was stranger in this family. All of them had interest in the affairs of the state and humanity at large. ഹ്യൂമാനിറ്റിയെ പറ്റിയും സ്റ്റേറ്റിനെ പറ്റിയൊക്കെ വളരെ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളാണ് മുഴുവൻ. They had no interest in the welfare of the members of the family. ഫാമിലി മെമ്പേഴ്സിനെ പറ്റി ഒട്ടും ചിന്തിക്കാത്ത ആളുകളാണ്. മായ felt as if she had come in a house of inmates in which of which had no love lost among them, since none cared for the emotions of others. ആരുടെയും ഇമോഷൻസ് കെയർ ചെയ്യാത്ത ഒരു ഫാമിലിയിലേക്ക് എത്തപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. മായ ഫെൽറ്റ് ദാറ്റ് ഷീ ഹാഡ് ഹെർ റിലേഷൻസ് whose names I knew, whose hands I touched, and I found there was not one amongst them to whom I could cry. അവിടെ വന്നിട്ടുള്ള ഒരുപാട് റിലേഷൻസിനെ അവൾക്കറിയാം, അവരുടെയൊക്കെ പേരുകൾ അറിയാം. പക്ഷെ അവരൊന്നും എന്ത് ചെയ്തിട്ടില്ല, അവൾക്ക് അവരെ കൈപിടിച്ച് അവരോട് കരഞ്ഞ് കാര്യങ്ങൾ പറയാൻ വേണ്ടി പറ്റുന്ന ഒരാൾ പോലും അതിലുണ്ടായിരുന്നില്ല. ലുക്ക് ദർ ഇസ് എ മൂൺ ഇൻ ദ സ്കൈ. അപ്പോൾ മൂണിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇനി മായാസ് ഫെയിലർ ടു അറൗസ് ലവ്. ഷീ ഹാസ് സോ മച്ച് ഡിസ്കസ്ഡ് വിത്ത് ദീസ് പീപ്പിൾ ദാറ്റ് ഷീ സോർ ഐ വിൽ നെവർ ഗോ ദെയർ അഗെയിൻ. ഒരിക്കലും ഞാൻ അങ്ങോട്ട് പോയില്ല എന്ന് അവൾ പറയുന്നതിൽ നമുക്ക് എത്രമാത്രം അവർക്ക് നീരസം ഇവരോടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. മായ ഹാഡ് ഡ്രീംഡ് ഓഫ് ലൈഫ് ഇൻ വിച്ച് പീപ്പിൾ വെയർ ഇന്റർട്വിൻഡ് വിത്ത് ദ കോഡ്സ് ഓഫ് ലവ് ആൻഡ് അഫെക്ഷൻ. മായ അങ്ങനെയുള്ള ഒരു ജീവിതമാണ് ഉദ്ദേശിച്ചിരുന്നത്. എല്ലാവരും സ്നേഹത്തോടെ കരുതലോടുകൂടെ അങ്ങോട്ട് അന്യോന്യം ജീവിക്കുന്ന ഒരു ജീവിതം. ഷി വിഷ്ഡ് ടു കിസ് ദ മദേഴ്സ് ആൻഡ് ഈച്ച് സെപ്പറേറ്റ് കലോസ്ഡ് നെക്കിൾ and hold the baby in the cradle in my arm, rejoicing its weight, and listen to the many voices, their varied tones, their gay inflections, their loud, quick rasping over the eardrum, all those seething human sounds. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിച്ചു. ഒരു കുട്ടി ഉണ്ടാവാനും അതിൻ്റെ വെയിറ്റ് ഓരോ ദിവസവും അളക്കാനും, അതുപോലെ കുട്ടിയുടെ ശബ്ദങ്ങൾ കേൾക്കാനും, വേരിയഡ് ആയിട്ടുള്ള ടോണുകൾ കിട്ടാനും, അതുപോലെ ആ മുഖത്തൊക്കെ അടിക്കുന്നത് അനുഭവിക്കാനൊക്കെ അവൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ബട്ട് ഹെർ ഡിസ്മേ ഷീ ഫൗണ്ട് ദ മെമ്പേഴ്സ് ഓഫ് ഹെർ ഫാമിലി ലാക്ക് ദ ബേസിക് ഹ്യൂമൻ ഇമോഷൻസ് ഓഫ് ലവ്. പക്ഷേ ഇതിലൊക്കെ ഈ ഹ്യൂമൻ ഇമോഷൻ, ലവ് എന്ന് പറയുന്ന ഹ്യൂമൻ ഇമോഷൻ്റെ അഭാവം ഈ കുട്ടി ഇല്ലാതാവുന്നതിനും കലാശിക്കുകയാണ് ചെയ്യുന്നത്. നൗ വെൻ ഐ സെർച്ച്ഡ് ഓപ്പൺ ആംഡ് ടുവാർഡ്സ് ദം ഐ ആൾ റിസീഡഡ് ടു സം ഡിസ്റ്റന്റ് ബാക്ക്ഗ്രൗണ്ട് and were merely a part of that multitude for which I ardently and fertily longed, to whom I was about to say goodbye, for I might never see them again. അപ്പോൾ അവരോടൊക്കെ ഗുഡ് ബൈ പറഞ്ഞ് ഒരിക്കലും കാണാത്ത തിരിച്ചു പോകണമെന്ന് അവൾ വിചാരിച്ചിരുന്നു. ഇനി ഹെൽപ്ലെസ് ഫാദർ ഓഫ് മായ. ഇനി ഫാദർ ഹെൽപ്ലെസ് ആയി അവളുടെ കല്യാണത്തിന് ശേഷം.
Her intelligent father advised her to accept things as they were, with the assurance that in course of time everything would turn good. അപ്പോൾ എല്ലാം കുറച്ച് കാലം കഴിയുമ്പോൾ ശരിയായിക്കോളും എന്നുള്ള ഒരു രീതിയിലാണ് അച്ഛൻ അവളോട് പറയുന്നത്. ഹെർ ഫാദർ വുഡ് സേ ഇറ്റ് ഈസ് ദ ബെസ്റ്റ് ടു അക്സെപ്റ്റ് മായ, എല്ലാ കാര്യങ്ങളും നീ അക്സെപ്റ്റ് ചെയ്യൂ എന്ന് അവളുടെ അച്ഛൻ പറയുന്നു. വാട്ട് ഗുഡ് ഡസ് ഇറ്റ് ടു ക്രൈ, കരഞ്ഞിട്ട് എന്താ കാര്യം? വി മസ്റ്റ് യു ഗെറ്റ് സോ അപ്സെറ്റ്, നമ്മൾ എന്തിനാണ് ഇത്രമാത്രം അപ്സെറ്റ്? ഷുവർലി ഇറ്റ് ഓൾ ഫോർ ദ ബെസ്റ്റ്, എല്ലാം നല്ലതിനാണെന്ന് വിചാരിക്കാനാണ് അച്ഛൻ പറയുന്നത്. ഐ കനോട്ട് ബി അൺഡൺ നൗ ആൻഡ് ഇറ്റ് മസ്റ്റ് ബി അക്സെപ്റ്റഡ് ആസ് ഇറ്റ് ഈസ്. യു വിൽ ഫൈൻഡ് ദാറ്റ് ടു ബി ദ ബെസ്റ്റ് കോഴ്സ്. അപ്പം നന്നായിട്ട് വരട്ടെ എന്നാണ് അച്ഛൻ ആഗ്രഹിക്കുന്നത്. വാട്ട് അതർ അഡ്വൈസ് കുഡ് ദ ഫാദർ ഗീവ് ടു ഹിസ് ഡിജക്റ്റഡ് ഡോക്ടർ? അപ്പം വേറെന്താണ് അദ്ദേഹത്തിന് പറയാനൊന്നും ഇല്ലല്ലോ. മാരേജ് ഈസ് നോട്ട് എ ബോണ്ട് വിച്ച് ക്യാൻ ബി ബ്രോക്കൺ അറ്റ് എ വിൽ, and the girls after the marriage have no option to accept the fate accompli. അപ്പോൾ മാരേജ് എന്ന് പറയുന്നത് ഒരു ബോണ്ടാണ്. അങ്ങനെയുള്ള ബോണ്ടിൽ ഒരിക്കലും അവർക്ക് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ അവർ അകപ്പെടുകയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ നമ്മൾ സൂചിപ്പിക്കപ്പെടുന്നത്. ബട്ട് ഒൺലി മൈനർ അഡ്ജസ്റ്റ്മെൻറ്റ് ക്യാൻ ബി മെയ്ഡ്, ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്താൻ വേണ്ടി പറ്റും. പക്ഷേ ഇത്രയും വലിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ അവളെ സംബന്ധിച്ചിടത്തോളം നടത്താൻ പറ്റുന്നതായിരുന്നില്ല. മായ വാസ് എ ഗേൾ ഓഫ് ഡിഫറെൻറ്റ് മെറ്റൽ. ഷി വാസ് ഹംഗ്രി ഫോർ ലവ് ഓൺ വിച്ച് ഷി ഹാഡ് ബീൻ ഫെഡ് ബൈ ഹെർ ലവിങ് ഫാദർ. ലവിങ് ഫാദറിന് വേണ്ടിയിട്ട് അവൾ ദാഹിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയെ നിൽക്കുകയാണ്. ഹൗ ദെൻ വുഡ് ഷി ലീവ് ലൈവ് അങ്ങർ ആൻഡ് സ്റ്റാർവേഷൻ? അപ്പോൾ ഹങ്കറും സ്റ്റാർവേഷനും ഉള്ള ഒരു ജീവിതം അവൾ നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവൾ ഹംഗ്രിയാണ് ലവിന് വേണ്ടിയിട്ട്. ഫാദർ ന്യൂ ഓൾ ദാറ്റ് മായ വാസ് ഇൻ എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. ഹി വാസ് നോട്ട് സ്കേത്ത്ഡ്, adjust the new circumstances. He tried to conceal his tears. എന്ത് ചെയ്തു? ടീയേഴ്സ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി അവളോട് പറഞ്ഞു. ബട്ട് ഹൗ കുഡ് ഷി അഡ്ജസ്റ്റ് വെൻ ഇറ്റ് വാസ് ക്വസ്റ്റ്യൻ ഓഫ് ഡെത്ത്? When he turned smile at me, there was all parenthood upon his lips. അപ്പോൾ chastened and subduing, ഫാറ്റലിസം, ഒരു ഫാറ്റലിസം, ഒരു വളരെ മാരകമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് അവർ പോകുന്നത് എന്നാണ് പറയുന്നത്. വിച്ച് വാസ് റിറ്റ് ലാർജ് ഓൺ ഹിസ് ഫേസ് ഗേവ് ദ റെസിഗ്നേഷൻ ടു ഹിസ് സൈൻസ് ആൻഡ് ജെന്റിൽനെസ് ടു ഹിസ് വോയിസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജെന്റിൽനെസ്സും എല്ലാം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം ഈ ഒരു അവസ്ഥയിൽ അയാൾ വളരെ നിസ്സഹായനായിട്ട് മാറുകയാണ്. മായ വിസിറ്റഡ് ഹെർ ഫ്രണ്ട്സ്. പിന്നീട് മായ വിസിറ്റ് ചെയ്യുന്ന ഫ്രണ്ട്സിനെയാണ്. ഈ ട്രൈ ടു ഡ്രോ കൺസോലേഷൻ ആൻഡ് കറേജ് ഫ്രം ദ എക്സാമ്പിൾ ഓഫ് ഹെർ വൺ ടൈം ഫ്രണ്ട്. ലൈലയായിട്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഹെർ ഹസ്ബൻഡ് ഹു മെയ്ഡ് ഓൾ സോർട്സ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് വിത്ത് ലൈഫ് വിത്തൗട്ട് എനി ഗസ് ഓർ ഗ്രഡ്ജ്. അപ്പം ഗ്രഡ്ജില്ലാതെ അല്ലെങ്കിൽ ഗസ്സില്ലാതെ ലൈല ജീവിക്കുന്നു. ഹിസ് പാരൻസ് വുഡ് നോട്ട് സീ ഹെർ, റൈറ്റ് ഹെർ, ഹാവ് എനി കമ്മ്യൂണിക്കേഷൻ വിത്ത് ഹെർ സിൻസ് ഹി ഹാഡ് എലോപ്ഡ് ആൻഡ് മാരീഡ് എ മാൻ വിത്തൗട്ട് ദ സാങ്ഷൻ ഓഫ് ഹെർ പാരൻസ്. അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ സമ്മതം ഇല്ലാതെ ഒളിച്ചോടി പോയി വിവാഹം കഴിച്ചുകൊണ്ട് പിന്നീട് അവരുമായിട്ട് യാതൊരു വിധ കമ്മ്യൂണിക്കേഷൻ ലൈലയ്ക്ക് ഉണ്ടായിരുന്നില്ല. ടു മേക്ക് മാറ്റേഴ്സ് വേഴ്സ് ഹെർ ഹസ്ബൻഡ് ലേ ഡൈയിങ് വിത്ത് ട്യൂബർകുലോസിസ്. അങ്ങനെ പിന്നെ ക്ഷയരോഗം പിടിച്ച് മരണശയ്യയിലായിരിക്കുകയാണ് ഹസ്ബൻഡ്. എറ്റ് ഷീ ടുക്ക് അപ്പോൺ ഹെർസെൽഫ് ടു മിനിസ്റ്റർ ടു ദ വാൺസ് ഓഫ് ഹെർ സിക്ക് ഹസ്ബൻഡ്. ഹസ്ബൻഡിൻ്റെ എല്ലാ കാര്യങ്ങളും അവൾ തന്നെയാണ് നോക്കുന്നത്. വെൻ ഷീ സോ ഹെർ ഇൻ ഹെർ മൂവ്മെൻറ്റ് ആൻഡ് ആങ്കറിങ് ടെൻഡർനെസ് സബ്ഡ്യൂഡ് ബൈ ദ ലോങ് സാഡ്നെസ് ഇൻ ഗ്രേറ്റ് ബ്യൂട്ടി ആൻഡ് ഗ്രേറ്റ് ബിറ്റർനെസ്. അപ്പം ഗ്രേറ്റ് ബിറ്റർനെസ്സും ഒക്കെ എന്താണ് അവൾ അനുഭവിക്കുകയാണ്. ഹെർ ഹസ്ബൻഡ് വാസ് ഓൾസോ എൻ എംബോഡിമെൻറ്റ് ഓഫ് പേഷ്യൻസ് ആസ് ഹി വാസ് ലൈക്ക് ആൻ ആനിമൽ, ferocious and wild beast that had allowed itself to become a house pet for its own reasons, and he accepted the food and drink she earned for him as his due. അപ്പോൾ അവൾ കൊടുക്കുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് അവളോട് വളരെ സമരസപ്പെട്ടിട്ടാണ് അവരുടെ ഹസ്ബൻഡ് ജീവിക്കുന്നത് ലൈലയുടെ. ലൈല നെവർ ലോസ്റ്റ് കൺട്രോൾ ആൻഡ് കമ്പോഷർ. ഒരിക്കലും അവളെ കൺട്രോൾ വിട്ട് ജീവിക്കാറില്ല. When Laila went to see her husband had another attack and was laying stupefied. അപ്പോൾ മായ അവിടെ പോയപ്പോഴാണ് അവൾക്ക് ഇവരുടെ ജീവിതം മനസ്സിലാകുന്നത്. അനദർ അറ്റാക്ക് വരുന്നുണ്ട്. അതുപോലെ ലൈല വാസ് ഫൗണ്ട് സിറ്റിംഗ് അറ്റ് ദ ഫൂട്ട് ഓഫ് ഹെർ ബെഡ്. ഫൂട്ടിലാണ് ഇരിക്കുന്നത്. കറക്റ്റിംഗ് പേപ്പേഴ്സ് ഓഫ് ഹെർ സ്റ്റുഡൻസ് ഇൻ ഫ്രൻസി. അപ്പോൾ ലൈല ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അവളെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ഷീറ്റൊക്കെ നോക്കുന്നുണ്ട് അവിടെ ഇരുന്നിട്ട്. മായസ് പ്രസൻസ് ഹാഡ് നോ ഡൗട്ട്സ് കാംഡ് ഹെർ.
മായയുടെ ആ ഒരു വരവ് അവൾക്ക് വളരെയധികം സന്തോഷം നൽകി ടു ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ്. ബട്ട് ഷീ കുഡ് നോട്ട് ഹെൽപ്പ് ബീയിങ് അപ്സെറ്റ്. ഷീ സെഡ് ഐ ഡോണ്ട് നോ വൈ ഐ റേവ്. ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രമാത്രം കഷ്ടപ്പെടുന്നതെന്ന് എനിക്കറിയില്ല എന്ന് അവൾ പറയുന്നുണ്ട്. And with a registration she added, it was all written in my fate long ago. ഇതൊക്കെ എൻ്റെ വിധിയാണ് എന്ന് ലൈല പറയുന്നുണ്ട്. ലൈല ഹാഡ് നോ ഡിസയർ ഫോർ എനി സോർട്ട് ഓഫ് ഡൈവേർഷൻ. അപ്പോൾ ഒരു ലൈലയ്ക്ക് പുറത്തേക്ക് പോകാൻ അല്ലെങ്കിൽ വേറെ ഒരു ഡൈവേർഷൻ ഒന്നും അവളുടെ ജീവിതത്തിൽ ഇല്ല. മായ ഇൻവൈറ്റഡ് ഹെർ ടു കം ടു ഹെർ ആൻഡ് ഗോ ഔട്ട് എ ലോങ് ഡ്രൈവ്. അങ്ങനെ ഒരു ലോങ് ഡ്രൈവിന് വേണ്ടി മായ അവളെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ഷീ സെഡ് ദാറ്റ് ഹെർ ലൈഫ് പ്രഷസ് ഓഫ് ഇറ്റ്സ് ഓൺ. യു കനോട്ട് ഇമാജിൻ വാട്ട് ഫൺ ഇറ്റ് ഈസ് ലേയിങ് ബെയർ ദ ഇഗ്നറൻസ് ഓഫ് മൈ പ്രിറ്റി ലിറ്റിൽ ഡെൻഡർ ഹെഡ്സ്. അപ്പോൾ എന്താണ് തൻ്റെ ഭർത്താവിനെ വിട്ടിട്ട് പോരാൻ താൻ താല്പര്യമില്ല എന്നുള്ള കാര്യമാണ് ലൈല പറയുന്നത്. സെയിങ് ദിസ് ഷീ ലാഫ്ഡ് ആസ് വിവിഡ്ലി ആസ് ഓൺലി ദോസ് ഹു ലാവ് സെൽഡം. അപ്പോൾ അവൾ തൻ്റെ പിന്നെ ഫ്രണ്ടിൻ്റെ അടുത്ത് മാത്രമാണ് ഇപ്പോൾ കുറേ കാലമായിട്ട് ചിരിച്ചത്. ഇൻ സ്പൈറ്റ് ഓഫ് സോ മച്ച് ഇല്ലക്ക് ലൈല വാസ് പേഷ്യൻസ് ആൻഡ് ലവ്ലിനെസ് പേഴ്സോണിഫൈഡ്. അപ്പോൾ വളരെ പേഷ്യൻ്റ് ആയിട്ടുള്ള ലവ്ലി ആയിട്ടുള്ള അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ലൈല. ബട്ട് വെൻ ഐ സോ ഹെർ ടെൻഡ് ഹിം ആൻഡ് ദ ലവ്ലിനെസ് ദാറ്റ് എൻറ്റേർഡ് ഹെർ ക്ലോസ്ഡ് ഫേസ് ആസ് ഷീ ഡിഡ് സോ, ഐ കുഡ് നോട്ട് ഗ്രഡ്ജ് ഹെർ ദ മീനിങ് ഓഫ് ഹെർ ലൈഫ്. ലൈല വാസ് വൺ ഓഫ് ദോസ് ഹു റിക്വയർ എ ക്രോസ് കനോട്ട് വാക്ക് വിത്തൗട്ട് വൺ. അപ്പോൾ ലൈല ആകെ ക്ഷീണിതയായിട്ടുണ്ട്. പിന്നെ എന്താണ്, ഒരു ക്രോസ് വാക്ക് ചെയ്യാൻ വേണ്ടി ഒരു ക്രോസ് പോലും വേണമെന്ന് അവൾ വിചാരിക്കുകയാണ്. ആസ് ഓപ്പോസിറ്റ് ടു ലൈല, മായാസ് അനദർ ഫ്രണ്ട് പോം നെവർ സ്പോക്ക് ഓഫ് ഫെയ്റ്റ്. ഫോം എന്ന് പറയുന്നത് വേറൊരു ഫ്രണ്ടാണ്. അവൾ ഫെയ്റ്റിനെ കുറിച്ച് ഒരിക്കലും, വിധിയെക്കുറിച്ച് ഒരിക്കലും പഴി പറഞ്ഞിട്ടില്ല. ഹാഡ് നെവർ ബീൻ ഇല്ല, ഒരിക്കലും ഇല്ലായിട്ടില്ല. ഓവർ വർക്ക്ഡ് ഓർ ബിറ്ററും അല്ല. പോം വാസ് ഫാഷനബിൾ, പെയിൻറ്റഡ് ഹെർ മൗത്ത് ആൻഡ് ഔട്ട്ലൈൻസ് ഓഫ് ഹെർ ഐസ്. അവൾ വളരെ ഫാഷനബിൾ ആയിട്ടാണ് നടക്കുന്നത്. ഫിംഗേഴ്സ് ആൻഡ് ടോസ് ആൻഡ് നെയിൽസ് ഒക്കെ ഫാഷനബിൾ ആയിട്ട് അവൾ കീപ്പ് ചെയ്യുന്നു. ആൻഡ് ഷീ ഹാഡ് എ ലെസ്റ്റ് ഫോർ ന്യൂ തിങ്സ്. പുതിയ പുതിയ സാധനങ്ങൾ കിട്ടാനുള്ള അത്യാഗ്രഹമൊക്കെ ഉണ്ട്. ആൻഡ് ഈവൻ മോർ ന്യൂ ഹൗസ്, പുതിയ വീട് വേണം. ഷീ വാണ്ടഡ് എ ബ്രാൻഡ്, എ ന്യൂ ഫ്ലാറ്റ് ഇൻ ന്യൂ കോളനി. ന്യൂ കോളനിയിലൊരു ന്യൂ ബ്രാൻഡിലൊരു ഫ്ലാറ്റ് വേണം എന്നൊക്കെ അവൾ വിചാരിക്കുന്നത്. ഷീ ഹാഡ് എ വെരി ഗുഡ് ഹൗസ് ആൻഡ് ലക്ഷറിയസ് ലിവിങ് ആണ് അവൾ നയിക്കുന്നത്. ഷീ സ്പോക്ക് ഓഫ് ഹെർസെൽഫ് ആസ് എ ടിമിഡ് ക്രോച്ചിങ് മൗസ് ഇൻ ഹോൾ. ഒരു മൗസിനെ പോലെയാണ് അവൾ സംസാരിക്കുന്നത്. ഓൾദോ ഷീ ഡിഡ് നോട്ട് മൈൻഡ് വെൻ മായ സെഡ് ടീസിംഗ്ലി ദാറ്റ് ഷീ വാസ് സോ സ്ലീക്ക് എ മൗസ് വിത്ത് സോ ബ്രൈറ്റ് എ മൗസ് ഹോൾ with a vivid pink counterpane, the pale of glossy fashion magazines etc. അങ്ങനെ അവൾ ഫ്ലാറ്റർ ചെയ്തിട്ട് മായ പറയുന്നതൊക്കെ, ടീസ് ചെയ്യുന്നതൊക്കെ അവൾ ആസ്വദിക്കുന്നു. ഹെർ മദർ ഇൻ ലോ വർക്ക്ഡ് ഓൾ ഡേ ഇൻ ദ കിച്ചൺ. അവളുടെ അമ്മായിയമ്മയായിരുന്നു കിച്ചണിൽ ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആസ് ഇഫ് ഷീ വാസ് ബോൺ ഇൻ ഇറ്റ്. അതിൽ തന്നെ ജനിച്ചതുപോലെയാണ് അമ്മായിയമ്മ എപ്പോഴും അതിൽ വർക്ക് ചെയ്യുന്നത്. ആൻഡ് മാരീഡ് അറ്റ് ഇറ്റ്സ് ഡോർ. അതിൻ്റെ ഡോറുകളെ കല്യാണം കഴിച്ചതുപോലെയും. ആൻഡ് എറ്റ് കംപ്ലൈൻറ്റ് അഗൻസ്റ്റ് ഹെർ ഇൻ ലോസ്. എന്നിട്ടും അവൾ അവരെ കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷീ ഡ്രംഡ് ഓഫ് ഡെലിക്കസീസ് ദാറ്റ് വുഡ് ബി പ്രൊവൈഡഡ് ഫോർ ടീ, സ്വീറ്റ്സ്, മീറ്റ്സ് ഷീ ലവ്ഡ്, ആൻഡ് ദ ഫിലിം ഷീ വുഡ് ഗോ ടു സീ വിത്ത് ഹെർ ഹസ്ബൻഡ്. ഷീ വെൻറ്റ് ടു ബിർള മന്ദിർ ബിക്കോസ് ഷീ വാണ്ടഡ് എ സൺ. പക്ഷെ അവൾ പല കാര്യങ്ങളെ പറ്റിയും സംസാരിക്കുന്നുണ്ട്. അവൾ സീറ്റിനെ പറ്റിയിട്ടും ഫിലിമിനെ പറ്റിയിട്ടും ഒക്കെ, അവൾ കണ്ട സിനിമകളെ പറ്റിയിട്ടൊക്കെ, അതേപോലെ ബിർള മന്ദിറിലെ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് പിന്നെ ബിർള മന്ദിറിൽ പോയി പ്രാർത്ഥിച്ച കാര്യമൊക്കെ അവൾ പറയുന്നുണ്ട്. ദ ടു ഫ്രണ്ട്സ് ഓഫ് മായ പ്രസൻറ്റഡ് ഫിലോസഫി ദാറ്റ് കണ്ടൻമെൻറ്റ് ആൻഡ് ഹാപ്പിനെസ് അറൈസ് ഫ്രം വിത്തിൻ നോട്ട് ഫ്രം വിത്തൗട്ട്. അപ്പോൾ ഇത് കണ്ടൻമെൻറ്റും പിന്നെ ഹാപ്പിനെസ് ഒക്കെ നമ്മളുടെ ഉള്ളിൽ നിന്നാണ് കണ്ടെത്തേണ്ടത് എന്നുള്ള ഒരു മെസ്സേജ് ഈ രണ്ട് ഫ്രണ്ടുകളെയും തമ്മിൽ താരതമ്യം ചെയ്യുന്നു നമുക്ക് മനസ്സിലാവുന്നത്. വൺ ക്യാൻ ബി കണ്ടംപ്റ്റ് without any comfort of life and can be can be discontented in spite of all the comforts of life. എല്ലാം ഉണ്ടായിട്ടും പിന്നെ എന്താണ് സന്തോഷമില്ലാതിരിക്കുന്ന ജീവിതങ്ങളും അതുപോലെ ഒന്നും ഇല്ലാതിരുന്നിട്ടും വളരെ സന്തോഷമായി ജീവിക്കുന്ന ജീവിതങ്ങളും ഇതിൽ കാണാൻ പറ്റും. ബട്ട് മായ ഈസ് ഡിഫറെൻറ്റ് കേസ്. ലവ് ഈസ് എ ബേസിക് നെസസിറ്റി നോട്ട് ഓൺലി ഓഫ് ഹ്യൂമൻ ബീങ്സ് ബട്ട് ഓൾ ലിവിങ് ബീങ്സ്. പക്ഷേ മായയുടെ കാര്യത്തിൽ വരുമ്പോൾ ഈ കണ്ടൻമെൻറ്റ് എന്നുള്ളത് മനുഷ്യൻ്റെ സഹജമാണത്. സ്നേഹം എന്ന് പറയുന്നത് അതവിടെ പിന്നെ ഉള്ളതും ഇല്ലാത്തതും തമ്മിലുള്ള ബന്ധമല്ല ശരിക്കും അവിടെ ഉള്ളത്. ഇൻക്ലൂഡിങ് ആനിമൽസ് ആൻഡ് ട്രീസ്. അത് ട്രീസിനും ആനിമൽസിനും ഹ്യൂമൻ ബീങ്സിനും എല്ലാത്തിനും സ്നേഹം എന്ന് പറയുന്നത് ഒരു വൈകാരിക ഭാവം തന്നെയാണ്. ഹൗ ക്യാൻ എനിബഡി ഡു വിത്തൗട്ട് ഇറ്റ്? ഹെർ ഹങ്കർ ഫോർ ലൈഫ് മേക്സ് ഹെർ ന്യൂറോട്ടിക്. അങ്ങനെയാണ് അവൾ അവസാനം ന്യൂറോട്ടിക് ആയിട്ട് മാറുകയും ചെയ്യുന്നത്.
മായാസ് ഫിറ്റി ഫോർ മങ്കീസ്. മായ എന്ന് പറയുന്നത് എന്താണ്? ഡെലിക്കേറ്റ് കൺസേൺസ് ഫോർ ഹർ ഹസ്ബൻഡ് വാസ് ഹാർഡ് കോർ റിയലിസ്റ്റ്. അപ്പോൾ അവള് വളരെ ഹാർഡ് കോർ ആയിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്ത്രീ ആയിട്ട് കൂടി ഷീ വെൻറ്റ് ടു ദ റെയിൽവേ സ്റ്റേഷൻ. ഒരിക്കൽ റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോൾ എന്താ സംഭവിച്ചത്? ഹസ്ബൻഡ് ടു റിസീവ് ഹർ മദർ ഇൻ ലോസ് ആൻഡ് സിസ്റ്റർ ഇൻ ലോ. ദർ ഷീ ഹാഡ് എ ചാൻസ് ടു സീ ദ പ്ലൈറ്റ് ഓഫ് മങ്കീസ് ബീൻ ടേക്കൺ ടു ലബോറട്ടറി അറ്റ് ബോംബെ. മങ്കീസിനെ കൊണ്ടുവന്നാണ് കാണുന്നത്. ഷി വാസ് പെയിൻഡ് ടു ലേൺ ദാറ്റ് മങ്കീസ് വുഡ് ബി സബ്ജക്റ്റഡ് ടു ഓൾ കൈൻഡ്സ് ഓഫ് എക്സ്പെരിമെൻറ്റ്സ്. അവിടെ ഈ ലാബോറട്ടറിയിലേക്ക് കൊണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് എല്ലാ എക്സ്പെരിമെൻറ്റുകളും ഈ മങ്കീനെ കൊണ്ട് ചെയ്യിപ്പിക്കും എന്നുള്ളത് അവൾക്കൊരു ഷോക്കായിട്ടാണ് വരുന്നത്. ബട്ട് ദേ ആർ ബീയിങ് പാക്ഡ് ഇൻ എ കേജ് ലൈക്ക് സർഡിൻസ് ഇൻ ബോക്സ് ഗേവ് ഹെർ ഹിസ്റ്റീരിക്. അങ്ങനെ പാക്ക് ചെയ്തിട്ട് കുത്തി നിറച്ച ഒരു കമ്പാർട്ട്മെൻറ്റ് കൊണ്ടുപോകുമ്പോൾ അവൾ ആകെ വിഷമിക്കുകയാണ്. ഷീ ആസ്ഡ് ഹെർ ഹസ്ബൻഡ് ടു ലുക്ക് ഫോർ ഹെർ father because she believed that her father alone had the kindness for animals and would arrange for water for monkeys. ആ മങ്കീസിന് വാട്ടർ കൊടുക്കാൻ അച്ഛൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് അവൾ മനസ്സിലാക്കിയിട്ട് അച്ഛനോട് അവൾ പ്ലീഡ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടി. ഹെർ ഹസ്ബൻഡ് ഷീ ന്യൂ ആൻഡ് അപ്പാത്തറ്റിക് ടു ദ വോസ് ഓഫ് മങ്കീസ് ഡിവോയ്ഡ് ഓഫ് ഇമോഷൻസ് ആസ് ഹി വാസ്. അപ്പോൾ ഹസ്ബൻഡ് ആണെങ്കിൽ ഇതൊന്നും ചെയ്യില്ല എന്നുള്ളത് അവൾക്കറിയാം. മായാസ് ഡിസയർ ഫോർ ലവ് ഹെർ ഹസ്ബൻഡ് റിമൈൻഡ് എ ക്രൈം. അപ്പോൾ ഒരു ഹസ്ബൻഡിനോടുള്ള സ്നേഹം എന്ന് പറയുന്ന ഒരു കരച്ചിലായിട്ട് മാറുകയാണ് ചെയ്തത്. ഷീ മെയ്ഡ് അഡ്വാൻസ് സെവറൽ ടൈംസ് ബട്ട് വിത്തൗട്ട് അവൈൽ. ഷീ ക്രൈസ് പീകോക്ക് പിയ കേസ്റ്റ് റിപ്പിൾസ് ഇൻ ഹെർ ഹാർട്ട്. അപ്പം പീകോക്കിൻ്റെ കരച്ചിൽ അവളുടെ മനസ്സിൽ ഒരു റിപ്പിൾസ് ഉണ്ടാക്കുന്നതെന്ന് അവൾ പറയുന്നുണ്ട്. ബട്ട് ഹെർ ഹസ്ബൻഡ് ഗൗതമ വാസ് ഫ്രിജിഡ്. ഭയങ്കര ഫ്രിജിഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഹസ്ബൻഡ്. ഹി എക്സ്കോർട്ടഡ് ഹെർ ടു പേഷ്യൻസ് ഡിറ്റാച്ച്മെൻറ്റ് വിത്ത് വിച്ച്. ഇപ്പോൾ ഈ ഗീതയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരു ഡിറ്റാച്ച്മെൻ്റ് കാര്യങ്ങൾ അയാൾ റോങ് ആയിട്ടാണ് എടുക്കുന്നത്. വിച്ച് ഹി റോങ്ലി തോട്ട് ബേസ്ഡ് ഓൺ ദ ടീച്ചിങ്സ് ഓഫ് ഗീത. ഇനി മായ ദെയർഫോർ ലിവ്ഡ് വിത്ത് ദ ഫോർ വാൾസ് ഓഫ് ദ ഹൗസ് ഓൾമോസ്റ്റ് ലൈക്ക് പ്രിസണർ. ഒരു പ്രിസണറെ പോലെയാണ് ഫോർ വാൾസിൻ്റെ ഉള്ളിൽ ജീവിക്കുന്നത്. ഹെർ മദർ ഇൻ ലോ ഹെർ സിസ്റ്റർ ഇൻ ലോ റൈറ്റ്ലി ഡയഗ്നോസ്ഡ് ഹെർ പ്രോബ്ലം ടുക്ക് ഹെർ ഔട്ട് ഫോർ എ ഷോപ്പിംഗ് ബട്ട് ഇറ്റ് വാസ് ടെമ്പററി റെപ്രസീവ് ആസ് ദേ ഹാഡ് കം ഫോർ എ ഷോർട്ട് സ്റ്റേ. പക്ഷേ അമ്മയും മദർ ഇൻ ലോയും സിസ്റ്റർ ഇൻ ലോയൊക്കെ അവളെ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും അത് കുറച്ച് കാലം മാത്രമേ അതിൻ്റെയൊക്കെ ഇത് നിലനിൽക്കുന്നുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം അവർ അവരുടേതായ രീതിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അർജുനാസ് റെഫറൻസ് ടു ദ ഹൊറോസ്കോപ്പ്. അർജുനൻ എന്ന് പറയുന്ന ബ്രദറാണ്. ബ്രദർ എന്ത് ചെയ്യുന്നുണ്ട്? പിന്നെ ഹൊറോസ്കോപ്പിനെ റെഫറൻസ് ചെയ്ത് പറയുന്നുണ്ട്. 22 റോട്ട് ടു ഹെർ ഫ്രം അമേരിക്ക എന്നാണ് അദ്ദേഹം എഴുതി അയക്കുന്നത്. His letter reminded her of the several past incidents, but most important of them all was reference to the horoscope and prediction of the astrologer. Astrologer എന്താ പ്രെഡിക്റ്റ് ചെയ്തതെന്നാണ് അയാൾ വീണ്ടും വീണ്ടും പറയുന്നത്. ഐദർ ഷീ ഓർ ഹെർ ഹസ്ബൻഡ് വുഡ് ഡൈ വിത്തിൻ 4 years ഓഫ് ദെയർ മാരേജ്. 4 വർഷം കൊണ്ട് മരിക്കുമെന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത്. മായ ഹാഡ് കെപ്റ്റ് ഇറ്റ് ആസ് എ ഗൈഡഡ് സീക്രറ്റ് ബിക്കോസ് ഷീ തോട്ട് ദാറ്റ് ദെയർ ഫ്രിഡ്ജ് അൺഇമോഷണൽ ഹസ്ബൻഡ് ലോജിക്ക് മൈറ്റ് ഗോഡ് വിത്ത് കിൽ ഹെർ. അപ്പോൾ അത് അവൾ സീക്രട്ടായിട്ടാണ് സൂക്ഷിക്കുന്നത് ആ ഒരു സത്യം. കാരണം എന്താണ്? പിന്നെ ഹസ്ബൻഡ് അത് അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് നമുക്കറിയാം. ഗൗതമാസ് ഡെത്ത്. പിന്നെ ഗൗതമ മരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ആർട്ട് ബ്യൂട്ടി ഫർദർ വൈഡൻഡ് ദ ഗൾഫ് ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ദ ഫൈനൽ ഫേസ് വെൻ ദേ വെർ വാക്കിംഗ് ഓൺ ദ കാർപ്പറ്റ് ഗൗതമ ബിക്കെയിം ബിറ്റ്വീൻ ഹെർ ആൻഡ് ഹെർ വർഷിപ്ഡ് മൂൺ. അപ്പോൾ ബൈ മിസ്റ്റേക്ക് ഫെൽ ഡൗൺ ആൻഡ് ഡെഡ്. ഇങ്ങനെ ഹസ്ബൻഡ് അവിടെ കാർപ്പറ്റിൽ നിന്ന് അല്ല പാരപ്പറ്റിൽ നിന്ന് അവൾ മൂണിനെ ആസ്വദിക്കുന്ന സമയത്ത് ഹസ്ബൻഡ് നിലത്ത് വീണ് മരിക്കുകയാണ് ചെയ്യുന്നത് താഴേക്ക്. മായാസ് ഡെത്ത്. അപ്പം മായ അതുപോലെ തന്നെ മരണപ്പെടുന്നു. മായ തോട്ട് ദാറ്റ് ഷീ വാസ് ഗിൽറ്റി ഓഫ് ഹസ്ബൻഡിൻ്റെ ഡെത്തിന് താനാണ് കാരണക്കാരൻ എന്ന് മായ വിചാരിക്കുന്നു. ആൻഡ് ഷീ ലോസ്റ്റ് ഈക്ലിബ്രിയം ഓഫ് ആൻഡ് ഡൈഡ്. അങ്ങനെ അവളുടെ സമനില തെറ്റിയിട്ട് അവർ മരിക്കുകയാണ് ചെയ്യുന്നത്. ബട്ട് നോട്ട് ആൻസങ്. നീള ആൻഡ് ഹെർ മദർ ഹാഡ് ഫുൾ സിമ്പതി വിത്ത് ദ ഇന്നസെൻറ്റ് മായ. അപ്പം നീളയും മദറും, നീള എന്ന് പറയുന്ന സഹോദരിയും മദർ ആയിരുന്നു സഫറിങ് ഫോർ നോ ഫാൾട്ട് ഓഫ് ഹെയർസ്. അവളുടേതായ സഫറിങ് കൊണ്ടല്ല മരിക്കുന്നതെന്ന് മനസ്സിലാക്കി. ഹെർ ഓൺലി ഫാൾട്ട് വാസ് ദാറ്റ് ഷീ വാസ് വുമൺ ഓഫ് ഡെലിക്കേറ്റ് കൺസേൺസ് ആൻഡ് വെരി റിഫൈൻഡ് ടേസ്റ്റ്. വെരി റിഫൈൻഡ് ആയിട്ടുള്ള ടേസ്റ്റുകളുള്ള ഒരു പെണ്ണാണെന്ന് അപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത്. മായ വാസ് ഓവർ പ്രൊട്ടക്റ്റഡ് ചൈൽഡ് എന്ന് പറയുന്നതിനെ പറ്റി ഒരു ഡിസ്കഷൻ നടന്നത്. അതുപോലെ ക്രൈ ദ പീകോക്ക് വാസ് എ സൈക്കോളജിക്കൽ നോവൽ എന്നും വേണ്ടി 2 എസ്സേകളാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതായത് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ മായ ആൻഡ് ഗൗതമ. അത് രണ്ട് നമ്മൾ വായിച്ചു കഴിഞ്ഞാണ് ക്യാരക്ടർ ഓഫ് മായയും ക്യാരക്ടർ ഓഫ് ഗൗതമനും നമ്മൾ പറഞ്ഞു. ഫീഡ്ബാക്ക് യുവർ ബ്രെയിൻ. സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്ന ഒരു ആസ്ട്രേലിയൻ സൈക്കാട്രിസ്റ്റിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്.
56 മുതൽ 39 വരെ ജീവിച്ച അദ്ദേഹം ഫൗണ്ടഡ് ദ സൈക്കോ അനാലിറ്റിക് സ്കൂൾ ഓഫ് സൈക്കോളജി. സൈക്കോ അനാലിറ്റിക് എന്ന് പറയുന്ന ഒരു സ്കൂൾ സൈക്കോളജി അദ്ദേഹമാണ് ആദ്യമായിട്ട് കൊണ്ടുവന്നത്. ഫ്രോഡ് ഈസ് ബെസ്റ്റ് നോൺ ഫോർ ദ തിയറീസ് ഓഫ് അൺകോൺഷ്യസ് മൈൻഡ് ആൻഡ് ഡിസയർ ഓഫ് മെക്കാനിസം ഓഫ് ദ repression and for creating the clinical practice of psychoanalysis for the curing psychopathology through dialogue between patient and psychoanalyst. അപ്പോൾ ഒരു സംഭാഷണത്തിലൂടെ അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിലൂടെ ഒരാളുടെ സൈക്കോളജിക്കലായിട്ടുള്ള പ്രോബ്ലങ്ങൾ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ട് പഠനങ്ങൾ നടത്തിയ ആളാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. ഫ്രോയിഡ് ഈസ് ഓൾസോ റിനോൺഡ് ഫോർ ദ ഡെഫിനിഷൻ ഓഫ് സെക്ഷൽ ഡിസയർ ആസ് പ്രൈമറി മോട്ടിവേഷണൽ എനർജി ഫോർ ഹ്യൂമൻ ലൈഫ്. അപ്പോൾ സെക്ഷൽ ഡിസയർ എന്ന് പറയുന്ന ഒരു ആയിട്ടുള്ള മോട്ടിവേഷണൽ എനർജി ആണ് എന്ന് പറഞ്ഞ ആളും കൂടിയാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. സലാസ് ദ തെറാപ്പറ്റിക് ടെക്നിക്സ് ഇൻക്ലൂഡിംഗ് ദ യൂസ് ഓഫ് അസോസിയേഷൻ്റെ യൂസ്, അതുപോലെ തെറാപ്യൂട്ടിക്കൽ ടെക്നിക്കുകളൊക്കെ അദ്ദേഹം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഹിസ് തിയറി ഓഫ് ട്രാൻസ്ഫറൻസ് ഇൻ ദ തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പ് ആൻഡ് ദ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് ആസ് എ സോഴ്സ് ഓഫ് ഇൻസൈറ്റ് ടു ദ അൺകോൺഷ്യസ് ഡിസയർ. ഇപ്പം ഡ്രീമുകൾ അൺകോൺഷ്യസ് ആയിട്ടുള്ള ഡിസയറുകൾ കാണിക്കുന്നതാണെന്ന് അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഹി വാസ് ഓൾസോ ആൻ ഇയർലി ന്യൂറോളജിസ്റ്റ് റിസർച്ചർ ടു ദ സെറിബ്രൽ പാൾസി. സെറിബ്രൽ പാൾസി എന്ന് പറയുന്ന രോഗത്തെ പറ്റിയിട്ട് ആദ്യമായിട്ട് ഒരു പഠനം നടത്തിയ അദ്ദേഹമായിരുന്നു. വൈൽ of significant historical interest of many, Freud's ideas have fallen out of the favor and has been modified by neo-Freudians. അപ്പം കുറേയധികം ന്യൂറോളജിക്കൽ ആയിട്ടുള്ള റിസർച്ചേഴ്സ് ഒക്കെ അദ്ദേഹത്തിൻ്റെ പല തിയറികളും തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിലും പല തിയറികളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. Although in the past 10 years advancement in the field of neurology have been evidence of the many of his theories. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിയറികൾക്കൊക്കെ ഒരുപാട് പിൻബലങ്ങൾ പിന്നീടുള്ള ന്യൂറോ സയൻസിൽ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഇൻ ക്ലിനിക്കൽ practice, Freud's method and ideas remain important in psychodynamic approaches. അപ്പോൾ സൈക്കോഡൈനാമിക് അപ്രോച്ചുകളിൽ അദ്ദേഹത്തിൻ്റെ തിയറികൾ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇൻ ദ അക്കാദമി ഹിസ് ഐഡിയാസ് കണ്ടിന്യൂ ടു ബി ഇൻഫ്ലുവൻഷ്യൽ ഇൻ ദ ഹ്യൂമാനിറ്റീസ് ആൻഡ് സം സോഷ്യോളജിക്കൽ സയൻസസ്. സോഷ്യൽ സയൻസിലൊക്കെ ഇത് കൂടുതലായിട്ട് സ്വാധീനം ചെലുത്തിയായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സൈക്കോ അനലിസിസ് ബോഡി ഓഫ് ഐഡിയാസ് ഡെവലപ്ഡ് ബൈ ഓസ്ട്രിയൻ physician Sigmund Freud and his followers, and which devoted to the study of human psychology, functioning and behavior. ഹ്യൂമൻ സൈക്കോളജിനെ പറ്റിയിട്ടാണ് ഇത് പറയുന്നത്. മെത്തേഡ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് മൈൻഡ്, അതുപോലെ സിസ്റ്റമാറ്റിക് സെറ്റ് ഓഫ് തിയറീസ് അബൌട്ട് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് മെത്തേഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഓഫ് സൈക്കോളജിക്കൽ ഓർ ഇമോഷണൽ ഇൽനെസ് ഒക്കെ ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അണ്ടർ ദ ബ്രോഡ് അംബ്രല ഓഫ് സൈക്കോ അനാലിസിസ് ദർ ആർ അറ്റ്ലീസ്റ്റ് 22 ഡിഫറെൻറ്റ് തിയററ്റിക്കൽ ഓറിയൻറ്റേഷൻ റിഗാർഡിംഗ് ദ അണ്ടർലൈങ് തിയറി ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹ്യൂമൻ മെൻറ്റേഷൻ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റിനെ പറ്റിയിട്ടും മെൻറ്റേഷനെ പറ്റിയിട്ട് അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. ദ വേരിയസ് അപ്രോച്ചസ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് കോൾഡ് സൈക്കോ അനാലിറ്റിക് എന്നാണ് അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് പറയുന്നത്. വേരിയസ് ആസ് മച്ച് ആസ് ഡിഫറെൻറ്റ് തിയറീസ് ഡു. ഇൻ അഡീഷൻ ദ ടേം റെഫേഴ്സ് ടു എ മെത്തേഡ് ഓഫ് സ്റ്റഡിങ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്റ്റഡി ചെയ്യാനുള്ള ഒരു മെത്തേഡായിട്ടും ഇത് ഉപയോഗിക്കുന്നുണ്ട്. Freudian psychoanalysis refers to the specific type of treatment in which the analysant or analytic പേഴ്സൻ്റെയാണ് അനലൈസൻ്റ് എന്ന് പറയുന്നത്. വെർബലൈസസ് തോട്ട്സ് ഇൻക്ലൂഡിങ് ഫ്രീ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ സംസാരിക്കുക അയാളുമായിട്ട് കൗൺസിലിംഗ് പോലെ. അതുപോലെ ഫാൻറ്റസീസ്, ഡ്രീമുകൾ, ഇതൊക്കെ അനലൈസ് ചെയ്യുന്നുണ്ട് അതിൽ. ഫ്രം വിച്ച് ദ അനലിസ്റ്റ് ഫോർമുലേറ്റ് ദ അൺകോൺഷ്യസ് കോൺഫ്ലിക്റ്റ് കോസിങ് ദ പേഷ്യൻറ്റ് സിംറ്റംസ് ആൻഡ് ക്യാരക്ടർ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ദ ഇൻ്റർപ്രറ്റ്സ് ദം ദ പേഷ്യൻറ്റ് ടു ക്രിയേറ്റ് ഇൻസൈറ്റ് ഫോർ ദ റെസൊല്യൂഷൻ ഓഫ് ദ പ്രോബ്ലംസ് റെസൊല്യൂട്ട് ചെയ്യാൻ വേണ്ടി പേഷ്യൻറ്റിനെ തന്നെ സഹായം തേടുക എന്നുള്ളതാണ് ഇതിൽ കാണിക്കുന്നത്. ദ Specifics of the analyst inventions typically include confronting and clarifying the patient's pathological ഡിഫൻസസ്, വിഷസ് ആൻഡ് ഗിൽറ്റ്. ഇതൊക്കെ നമുക്ക് അവിടെ ഗിൽറ്റുകളും അതുപോലെ വിഷുകളും ഡിഫൻസസും പതോളജിക്കലായിട്ടുള്ള ഇതൊക്കെ നമുക്ക് ക്ലാരിഫൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ത്രൂ ദ അനാലിസിസ് ഓഫ് കോൺഫ്ലിക്റ്റ് including those contributing to the resistance and those involving transference into the analytical and dissolved reactions, psychoanalytic treatment can be clarified how patients unconsciously are their own worst enemies, how unconscious symbolic reactions that have been stimulated by the experience are കേസിങ് സിംറ്റംസ്. അപ്പോൾ ഇതെങ്ങനെയാണ് സിംറ്റംസ് ഉണ്ടാകുന്നതിനെ പറ്റിയിട്ടൊക്കെ ഇതിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്ന എന്നാണ് സൈക്കോ അനലിറ്റിക് തിയറി പറയുന്നത്. ഇനി കാൾ ഗുസ്താവ് ജങ് എന്ന് പറയുന്നത് ഒരു സൈക്കാട്രിസ്റ്റ് ആണ്, ഇൻഫ്ലുവൻഷ്യൽ തിങ്കർ ആൻഡ് ദ ഫൗണ്ടർ ഓഫ് ദ അനലിറ്റിക്കൽ സൈക്കോളജി. ജങ് അപ്രോച്ച് ഓഫ് സൈക്കോളജി ഹാസ് ബീൻ ഇൻഫ്ലുവൻഷ്യൽ ഇൻ ദ ഫീൽഡ് ഓഫ് ഡെപ്ത് സൈക്കോളജി ആൻഡ് കൗണ്ടർ കൾച്ചറൽ മൂവ്മെൻറ്റ്സ് അക്രോസ് ദ ഗ്ലോബ്. അപ്പോൾ അദ്ദേഹം നിന്നാണ് കൗണ്ടർ കൾച്ചറലിസ്റ്റ് ഡെപ്ത് സൈക്കോളജിയിലൊക്കെ കൂടുതലായിട്ട് പഠനം നടത്തിയാണ്. ജങ് ഈസ് കൺസിഡേർഡ് ദ ഫസ്റ്റ് മോഡേൺ സൈക്കോളജിസ്റ്റ് ആയിട്ടാണ് അദ്ദേഹത്തിന് കണക്കാക്കപ്പെടുന്നത്. സ്റ്റേറ്റ് ദാറ്റ് ഹ്യൂമൻ സൈക്ക് ഈസ് ബൈ നേച്ചർ റിലീജിയസ്
ആൻഡ് ടു എക്സ്പ്ലോർ ഇറ്റ് ഇൻ ഡെപ്ത്. ഇപ്പോൾ റിലീജിയസ് ആയിട്ടുള്ള ഒരു നേച്ചറാണ് ഹ്യൂമൻ സൈക്കോളജിക്കുള്ളതെന്ന് അദ്ദേഹം കണ്ടെത്തുന്നു. അതുപോലെ ഡെപ്ത് ആയിട്ട് അതിനെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് പറയുന്നു. ഹി എംഫസൈസ്ഡ് അണ്ടർസ്റ്റാൻഡിങ് ദ സൈക്ക് ത്രൂ എക്സ്പ്ലോറിംഗ് ദ വേർഡ്സ് ഓഫ് ഡ്രീം, ആർട്ട്, മിത്തോളജി, റിലീജിയൻ, ഫിലോസഫിയും ആർട്ടും റിലീജിയനും മിത്തോളജിയും ഒക്കെ ഇതിന് കൂടുതൽ സഹായകമാകും, മനസ്സിലാക്കാൻ സഹായകമാകുമെന്ന് അദ്ദേഹം പറയുന്നു. ഓൾദോ ഹി വാസ് എ തിയററ്റിക്കൽ സൈക്കോളജിസ്റ്റ് ആൻഡ് പ്രാക്ടീസിങ് ക്ലിനീഷ്യൻ, much of his life's work was spent exploring other areas, including Eastern and Western philosophy. Eastern and Western philosophy ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം കൂടുതൽ കാലം ചെലവഴിച്ചത്. ആൽക്കമി, ആസ്ട്രോളജി, സോഷ്യോളജി ആസ് വെൽ ആസ് ലിറ്ററേച്ചർ ആൻഡ് ആർട്സ്. His most notable ideas include concept of psychological archetypes, the collective unconscious and synchronicity. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സോഷ്യോളജിക്കലായിട്ടുള്ള അറിവുകളെല്ലാം, ഇത്തരത്തിലുള്ള എല്ലാ അറിവുകളും, ഫിലോസഫിക്കലും ആൽക്കമിക്കലും ആയിട്ടുള്ള എല്ലാ അറിവുകളും ഇത്തരത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു നോട്ടബിൾ ഐഡിയാസ് ആയിട്ട് കോൺകോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത്രയാണ് ഈ നാടകവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതിൽ സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അധികം ചോദിക്കാറില്ലെങ്കിലും അത് നമുക്കൊരു എക്സ്റ്റെൻഡഡ് റീഡിംഗ് എന്നുള്ള രീതിക്ക് തന്നിട്ടുള്ളതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.